ഹായ് ഗൈസ്, എൻ്റെ പേര് പ്രണവ് എന്നാണ്. BSOC 101 എന്ന് പറയുന്ന സോഷ്യോളജി സബ്ജക്റ്റിൻ്റെ ഫസ്റ്റത്തെ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എക്സാമുകൾ അടുക്കുന്നത് കൊണ്ട് തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്ങും അതിൻ്റെ കൂടെ നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. മറിച്ച് നിങ്ങൾക്ക് നോട്ട് അല്ലാതെ വേണം, നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് അവിടെ പോയിട്ട് എന്നെ മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് നോട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോഷ്യോളജി എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് ഇത് ഒത്തിരി വലിയ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് ഫുൾ ടെക്സ്റ്റ് ബുക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയുകയില്ല. അപ്പം ഞാൻ 2023 നടന്ന പരീക്ഷയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഇവിടെ ഞാനിത് ആൻസേഴ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ വെച്ചിട്ടുള്ളത്. 2023 വന്ന ക്വസ്റ്റ്യൻസ് കുറേയൊക്കെ വളരെ ജനറിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നത് കൊണ്ട് തന്നെ സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് എന്തുവാണെന്നൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് സോഷ്യോളജി, എന്തിനാണ് നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോഷ്യോളജി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരു സമൂഹത്തിൽ ആൾക്കാർ എങ്ങനെയാണ് ഒരുമിച്ച് ജീവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. ഒരു കോഴിക്കൂട്ടിൻ്റെ അകത്ത് കോഴികളെല്ലാം കൂടെ ഒരുമിച്ച് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് നമ്മളിരുന്ന് ചിന്തിക്കുന്നത് പോലെ ഒരു സൊസൈറ്റി, അപ്പോൾ അതിപ്പോൾ ഞാൻ താമസിക്കുന്നത് കേരളയിലാണ്, കേരളയിൽ കൊല്ലത്താണ്. കേരളയിലുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്, ഇന്ത്യയിലുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് താമസിക്കുന്നത്, ജീവിക്കുന്നത്. സോഷ്യോളജി ഇസ് ദി സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ലിവ് ടുഗദർ ഇൻ എ സൊസൈറ്റി. എന്തുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്? ഒരു സമൂഹത്തിൽ ആൾക്കാർ ഒരുമിച്ച് എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് പഠിക്കുന്നതിലൂടെ ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക രീതിയിൽ പെരുമാറുന്നത്, ആൾക്കാർ എന്തുകൊണ്ടാണ് ഓരോ പ്രത്യേക രീതിയിൽ അവരുടെ ജീവിതം നയിക്കുന്നത് എന്ന് നമുക്ക് വളരെ ആഴത്തിലൊരു ഐഡിയ കിട്ടും. അതിൻ്റെ ഒരു വളരെ നല്ല ഒരു വാക്കുണ്ട്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ്. ബ്രൈറ്റ് മിൽസ് എന്ന് പറഞ്ഞ ഒരാൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞൊരു വാക്ക് പറയുകയുണ്ടായി. അതിൻ്റെ അർത്ഥം ഒരു വ്യക്തി നമ്മൾ കാണുന്നതിനപ്പുറം ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുണ്ട്, നിങ്ങളൊരു സുഹൃത്ത്, അദ്ദേഹത്തിന് ജോലി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പഠിച്ചിറങ്ങി പക്ഷേ ജോലി കിട്ടുന്നില്ല. അപ്പോൾ സമൂഹത്തിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളും പലപ്പോഴും ചിന്തിക്കുമ്പോൾ അവനൊരു മടിയനാണ്, അതുകൊണ്ട് അവന് ജോലി കിട്ടുന്നില്ലെന്നുള്ളത്. പക്ഷേ ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യോളജി പഠിച്ച ആൾ അവൻ മടിയനാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ചിന്തിക്കത്തില്ല. മറിച്ച് എന്തുകൊണ്ടായിരിക്കും ജോലി കിട്ടാത്തത്? സമൂഹത്തിൽ സത്യത്തിൽ ഇപ്പോൾ ജോലികൾ അത്രയും കുറവാണോ? നമ്മുടെ എക്കണോമി അത്രമാത്രം മാറിയോ? ജോബിൻ്റെ അകത്ത് എന്തെങ്കിലും ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആഴത്തിലിറങ്ങി ജസ്റ്റ് പുറകെ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ അപ്പുറം കടന്നു ചെന്ന് എന്താണ് സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്നതെന്ന് ആഴങ്ങളിൽ ചിന്തിക്കും. അതാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 രീതികളുണ്ട്. അതിൻ്റെ ഫസ്റ്റത്തെ രീതിയാണ് പേഴ്സണൽ വേഴ്സസ് സോഷ്യൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞൊരു വ്യക്തിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ പ്രോബ്ലമാണ് ജോലി കിട്ടാത്തതെന്നുള്ളത്. ശരിയാണ്, ജോലി കിട്ടുന്നില്ല, ഇറ്റ്സ് എ പേഴ്സണൽ ഇഷ്യൂ. പക്ഷെ അതൊരു സോഷ്യൽ ഇഷ്യൂ കൂടെയാണ്. കാരണം ഒരു വ്യക്തിക്ക് ജോലി കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ അർത്ഥം സമൂഹത്തിൽ ആ ഒരു വ്യക്തിക്ക് മാത്രമേ ജോലി ഇല്ലാതുള്ളൂ. അല്ല, കുറേയധികം ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോൾ ഒരു സമൂഹത്തിൽ താമസിക്കുന്ന കുറേയധികം ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിൽ തന്നെ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പം നമ്മൾ സോഷ്യോളജി പഠിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഓരോ വ്യക്തികളുടെ പേഴ്സണൽ പ്രോബ്ലംസിലേക്ക് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് സമൂഹത്തിലുള്ള ആൾക്കാരുടെ സകല പ്രശ്നങ്ങളും, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും പോരായ്മകളും, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമല്ല പോസിറ്റീവ് നല്ല കാര്യങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മളെന്ത് ചെയ്യും, ആഴങ്ങളിൽ പഠിക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു സോഷ്യൽ വർക്കറാണ്. സോഷ്യൽ വർക്ക് സബ്ജക്ട്സാണ് ഞാൻ കൂടുതൽ പഠിപ്പിക്കുന്നത്. സോഷ്യൽ വർക്കിനകത്ത് പലപ്പോഴും നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേക്കും ഓരോ വ്യക്തിയുടെ പേഴ്സണൽ പ്രോബ്ലംസിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പക്ഷേ സോഷ്യോളജിക്കകത്ത് നമ്മൾ സോഷ്യൽ പ്രോബ്ലം, സമൂഹത്തിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെ പ്രശ്നങ്ങൾ ആഴത്തിൽ നമ്മൾ ചെന്ന് നോക്കും.
സോറി, ഞാൻ ഒന്ന് തുമ്മിയതാ. ഓക്കെ. സോ രണ്ടാമത്തെ പോയിന്റാണ് ഹിസ്റ്ററിയെ പഠിക്കുക, അണ്ടർസ്റ്റാൻഡിങ് ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തെ പഠിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സമൂഹം എങ്ങനെയാണ്, ഇപ്പോഴത്തെ മനുഷ്യരെങ്ങനെയാണ്, അത് മാത്രമല്ല പഠിക്കുന്നത്. മറിച്ച് എങ്ങനെയാണ് ഓരോ ആൾക്കാരും വർഷങ്ങളോളം മാറി വന്നത്, ജെൻഡർ റോൾസ് എങ്ങനെ മാറി വന്നു. നേരത്തെ സ്ത്രീ പുരുഷൻ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ സമൂഹത്തിൽ സ്ത്രീ പുരുഷൻ എങ്ങനെയാണ്, പണ്ട് കാലത്ത് കല്യാണങ്ങൾ, മാരേജ് എങ്ങനെയായിരുന്നു, വിവാഹ ജീവിതം എങ്ങനെയായിരുന്നു, അതിപ്പോൾ എങ്ങനെയായി, പണ്ട് കാലത്ത് കുടുംബങ്ങൾ എങ്ങനെയായിരുന്നു, അതിപ്പോൾ എങ്ങനെയായി എന്ന് നമ്മൾ ഹിസ്റ്ററി മുതലിരുന്ന് പഠിക്കും. സോ ദാറ്റ് എങ്ങനെയാണ് സമൂഹം മാറി വന്നത്, എങ്ങനെയാണ് ആൾക്കാരുടെ ചിന്തകൾ മാറി വന്നതെന്ന് അറിയാനായിട്ട്. അപ്പോൾ ഒന്ന്, നമ്മൾ കൂടുതൽ സോഷ്യൽ പ്രോബ്ലംസിലോട്ട് ഫോക്കസ് ചെയ്യും. രണ്ട്, സമൂഹം എങ്ങനെ മാറി വന്നെന്ന് നമ്മൾ അതിൻ്റെ ചരിത്രം പഠിക്കും. മൂന്നാമതായിട്ട് സോഷ്യൽ സ്ട്രക്ചേഴ്സ് പഠിക്കും. സോഷ്യൽ സ്ട്രക്ചറിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സമൂഹം, നിങ്ങളൊരു രീതിയിൽ ചിന്തിച്ചു നോക്കും, ഒരു വീട് നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് ഒരടിസ്ഥാനമുണ്ട്, വലിയ തൂണുകളുണ്ട്, അതിൻ്റെ മേളിൽ റൂഫുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ ഉണ്ടായതും കൊണ്ടാണ് ഒരു വീട് നിലനിൽക്കുന്നത്. ഒരു വീട്ടിൻ്റെ 2 തൂൺ ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ വീട് ഇടിഞ്ഞു പോകും. വീട്ടിൻ്റെ അടിസ്ഥാനത്തിന് കുഴപ്പം പറ്റിക്കഴിഞ്ഞാൽ വീട് ഇടിഞ്ഞു പോകും. അപ്പോൾ അതേപോലെ തന്നെ ഒരു സമൂഹം നിലനിൽക്കുന്നതിൻ്റെ പുറകെ പല കാര്യങ്ങളുണ്ട്. ഒരു സമൂഹം നിലനിൽക്കുന്നതിൻ്റെ പുറകിലുള്ള ആ വലിയൊരു സ്ട്രക്ചറാണ് ഫാമിലീസ്. ഓക്കെ, ഒരു വലിയ കൂട്ടം ആൾക്കാർ, കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നത്. കുടുംബങ്ങൾ ഇടിഞ്ഞ് തകരാൻ പോയി കഴിഞ്ഞാൽ സമൂഹം ഇടിഞ്ഞ് തകർന്ന് താഴെ വീഴും. ഒരു സമൂഹം നിലനിൽക്കുന്നതിൻ്റെ വേറൊരു രീതിയാണ് അവിടുത്തെ എക്കണോമി, സാമ്പത്തിക അവസ്ഥ. വേറൊരു രീതിയാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇങ്ങനെ പല 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 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതേപോലെ സമൂഹത്തിനെ മുന്നോട്ട് നല്ല രീതിയിൽ നിലനിർത്തി പോകുന്ന എല്ലാതരം സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ പറ്റി നമ്മൾ പഠിക്കും. നമ്മൾ പലപ്പോഴും സാധാരണ രീതി ഇതിനെപ്പറ്റിയൊന്നും ചിന്തിക്കത്തില്ല, പക്ഷേ സോഷ്യോളജിക്കകത്ത് നമ്മൾ എടുത്തു നോക്കും. ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താണ്, ഇപ്പോഴത്തെ ഫാമിലി സിറ്റുവേഷൻ എന്താണ്, എന്തുകൊണ്ടാണ് സമൂഹം മുന്നോട്ട് വളരാത്തത്, എന്തുകൊണ്ടാണ് ഈ ഫാമിലി സ്ട്രക്ചേഴ്സ് മുന്നോട്ട് പോകാത്തത്, എന്തുകൊണ്ടാണ് എക്കണോമി താഴ്ന്നോട്ട് പോകുന്നത്, എന്തുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം മുന്നോട്ട് പോകാത്തത്, എന്തുകൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിൽ ആൾക്കാർ തമ്മിൽ എത്രയധികം ഇനിക്വാലിറ്റി ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ ആഴങ്ങളിൽ പഠിക്കും. ഇതുവരെ സോഷ്യോളജിയെ പറ്റി എന്തൊക്കെ മനസ്സിലായി നമുക്ക് നോട്ടിച്ച് നോക്കാം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പറ്റിയിട്ടുള്ള പഠനമാണ്. അതിനകത്തൊരു നല്ല വാക്ക് നമ്മൾ നോക്കി, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ അർത്ഥം ഒരു പ്രോബ്ലത്തിനെ ആഴങ്ങളിലേക്ക്, വേരിലോട്ട് ഇറങ്ങി ചെന്ന് നോക്കുക. ഓക്കെ, ലുക്കിംഗ് ബിയോണ്ട് ദ പ്രോബ്ലം. ജസ്റ്റ് ഒരു സാധാരണ പ്രോബ്ലത്തിൽ നിന്ന് മറിച്ച് അപ്പോഴത്തോട്ട് ആഴങ്ങളിലേക്ക് പോയി നോക്കുക. ഒരു വ്യക്തിക്ക് ജോലി കിട്ടുന്നില്ല, അത് മാത്രമല്ല ഇഷ്യൂ, എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല, എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കുക. അതിന് ഒരു വ്യക്തിയുടെ പേഴ്സണൽ പ്രോബ്ലം മറിച്ച് സോഷ്യൽ പ്രോബ്ലംസിലേക്ക് ഫോക്കസ് ചെയ്യുക. നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ കൊന്നു, അയ്യോ അവനെ കൊന്നു എന്നുള്ളത് മാത്രമേ ചില ആൾക്കാർ ചിന്തിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ കുറേയധികം കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വന്ന് ഇത്രയധികം കൊലപാതകങ്ങൾ നടക്കുന്നത്? ഈവൻ ദോ ആൾക്കാർ ഇത്രയും പഠിപ്പും വിവരമുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കൂടി എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് നമ്മളെ ചരിത്രം മാറി വന്നത്? ഹിസ്റ്ററി മുതൽ, പണ്ടേ മുതൽ എങ്ങനെയായിരുന്നു കുടുംബങ്ങൾ എന്നുള്ളതിനെപ്പറ്റി പഠിക്കുന്നു. അതേപോലെ തന്നെ സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഇതോടെ നിങ്ങൾക്ക് അത്യാവശ്യം സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എന്താണെന്നൊരു ഐഡിയ ആയിട്ട് കാണും. ഇനി അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം എന്ന് പറയുന്നത് സോഷ്യോളജിയും എക്കണോമിക്സും. ഓക്കെ, എക്കണോമിക്സ് നിങ്ങൾക്കറിയാം, സാമ്പത്തിക അവസ്ഥ, ആൾക്കാർ എങ്ങനെയാണ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഹൈ പേയിങ് ആയിട്ടുള്ള ജോലി കിട്ടുന്നത്, ഓക്കെ, എങ്ങനെ അവർ കയ്യിൽ കാശ് വരുന്നു എന്നുള്ളതാണ് ബേസിക്കലി. നമ്മൾ സോഷ്യോളജി പഠിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ എക്കണോമിക്സ് പഠിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക്സ് എന്നൊക്കെ പറയുമ്പോൾ പൈസ 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 എന്ന് മാത്രമായിരിക്കും. സോഷ്യോളജിക്കകത്ത് നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് പോയിട്ട് നമ്മൾ എക്കണോമിക്സിനെ പറ്റി പഠിക്കും. എൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ അതിനകത്ത് പറയും, ഒരാൾ ഡോക്ടർ ആവുകയെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഡോക്ടർ ആവുന്നതിൻ്റെ പുറകിലുള്ള റീസൺ, അദ്ദേഹത്തിന് ഡോക്ടർ ആയിക്കഴിഞ്ഞാൽ വളരെ ഹൈ പേയിങ് ആയിട്ടുള്ള ജോലിയാണത്. വളരെ കൂടുതൽ ശമ്പളം കിട്ടും, ലക്ഷക്കണക്കിന് രൂപ അയാൾക്കൊരു മാസം ഉണ്ടാക്കാം എന്ന് എക്കണോമിക്സിൻ്റെ അകത്ത് പറയുന്നു.
എന്നാൽ നമ്മൾ സോഷ്യോളജി വഴി നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഡോക്ടർ ആവുന്നത്? പലപ്പോഴും ആൾക്കാർ ഡോക്ടർ ആവുന്നത് അവരുടെ കുടുംബങ്ങൾക്ക് അവരെ പഠിപ്പിക്കാനായിട്ട് അത്രയും പൈസ ഉണ്ടായിരുന്നു. അവരുടെ പാരൻസ്, ഒരു ഡോക്ടറിൻ്റെ പാരൻസ് എഡ്യൂക്കേഷന് മൂല്യം കൊടുത്തിരുന്നു. അവർക്ക് പോയി പഠിക്കാൻ നല്ല സ്കൂളുകളുണ്ടായിരുന്നു. അവർക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാനായിട്ട് നല്ല ഡോക്ടേഴ്സായിട്ട് കണക്ഷൻസ് ഉണ്ടായിരുന്നു. അതും കൊണ്ട് അവർ ഡോക്ടറായി. അപ്പോൾ നോക്ക്, എക്കണോമിക്സിൻ്റെ അകത്ത് പറയുന്നത് അവന് നല്ല ശമ്പളം ഉണ്ടാക്കണമായിരുന്നു, അതുകൊണ്ട് അവൻ ഡോക്ടറായി. അല്ലെങ്കിൽ അവന് മറ്റുള്ളവരെ സേവിക്കണമായിരുന്നെന്നും പല റീസൺസ് പറയാം. പക്ഷെ നമ്മളിവിടെ എക്കണോമിക്സിൻ്റെ രീതിയിൽ മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ എക്കണോമിക്കലി നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ പേയിങ് ജോബ്, കൂടുതൽ ശമ്പളം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഒരുത്തൻ ഡോക്ടറായി എന്ന് പറയും. പക്ഷേ സോഷ്യോളജി വഴി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവൻ എന്തുകൊണ്ടാണ് ഡോക്ടറായത്? കാരണം അവന് കോളേജിൽ പോയി പഠിക്കാൻ, ഫീസ് കൊടുക്കാൻ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. കോച്ചിങ്ങിന് പോകാൻ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അവൻ്റെ മാതാപിതാക്കൾ അവനെ പഠനത്തിൻ്റെ മൂല്യത്തെപ്പറ്റി കുഞ്ഞുനാൾ പഠിപ്പിച്ചു കൊടുത്തു. അവൻ്റെ വീട്ടിൻ്റെ അടുത്ത് നല്ല സ്കൂളുകളും നല്ല കോളേജുകളും ഉണ്ടായിരുന്നു. അവന് നല്ല വഴികൾ പറഞ്ഞു കൊടുക്കാനായിട്ട് കുറേ മുതിർന്ന ആൾക്കാരും നല്ല ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ നല്ലൊരു ഡോക്ടറായി എന്ന് സോഷ്യോളജി പറയും. എന്നാൽ എക്കണോമിക്സ് വഴി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു സിമ്പിൾ കാര്യം, സോഷ്യോളജിക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ ആഴത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാണ് ഇവിടെ കാണുന്നതെങ്കിൽ എക്കണോമിക്സും സോഷ്യോളജിയും ഒരുമിച്ച് പോകുന്ന രണ്ട് സബ്ജക്ട്സാണ്. പണ്ട് കാലത്ത് ഈ സ്കോളേഴ്സ് ഒക്കെ ഒരു 1890s ആ സമയത്തൊക്കെ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, ഇങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ പൊങ്ങി പൊങ്ങി വരികയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ സ്കോളേഴ്സ് പഠിച്ചുകൊണ്ടിരുന്ന വലിയ വലിയ ആൾക്കാർ, റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി കാര്യമായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഒത്തിരി അധികം ജോലികളുണ്ട്. അപ്പോൾ കുറേയധികം ആൾക്കാർ ഒത്തിരിയധികം ജോലികൾ ചെയ്യുന്നു, ഒത്തിരിയധികം പൈസകളൊക്കെ ഉണ്ടാക്കുന്നു, സമൂഹം മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് പൈസ മാത്രമാണ് ഒരു മോട്ടീവ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പുറകെ ചിലപ്പോൾ കൾച്ചർ ഒരു രീതിയായിരിക്കാം, റിലീജിയൻ ഒരു രീതിയായിരിക്കാം എന്ന് ആൾക്കാർക്ക് മനസ്സിലായി. എൻ്റെ അർത്ഥം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഗുജറാത്തികൾ ഭയങ്കര ബിസിനസ്സുകാരാണ്. ഗുജറാത്ത്, ഈവൻ ഇന്ത്യയിലുള്ള രണ്ട് ഏറ്റവും വലിയ ബിസിനസ്സുകാർ അംബാനിയും അദാനിയും രണ്ടുപേരും ഗുജറാത്തികൾ. അതുകൂടാതെ ഇന്ത്യയിലുള്ള ഒത്തിരി അധികം മില്യനേഴ്സും ബില്യനേഴ്സും ഗുജറാത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളത്. അതെന്തോ ഗുജറാത്തിൽ എത്ര പ്രത്യേകത എന്തുവാ? നമ്മൾ പലപ്പോഴും ചിന്തിക്കും പൈസ ഉണ്ടാക്കാനായിട്ട് ലിറ്ററസി ഏറ്റവും കൂടുതൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ലിറ്ററേറ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളയല്ലേ. കേരളയെക്കാട്ടിൽ ഇരട്ടി ബില്യനേഴ്സും മില്യനേഴ്സും ബിസിനസ്സുകാർ വരുന്നത് ഗുജറാത്തിൽ നിന്നാണ്. കാരണം അവിടുത്തെ കൾച്ചർ അങ്ങനെയാണ്. പണ്ടേ മുതൽ ഗുജറാത്തികൾ നമ്മൾ ബിസിനസ്സുകാരാണെന്ന് വീട്ടിൽ പറഞ്ഞ് പിള്ളേരുടെ രക്തത്തിൽ അത് ഓടുന്നുണ്ട്, ബിസിനസ്സാണെന്നുള്ളത്. അപ്പോൾ പണ്ടത്തെ PhD ഒക്കെ പഠിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് മനസ്സിലായി, ഒരു വ്യക്തി റിച്ച് ആവുന്നതിൻ്റെ പുറകെയും ഒരു വ്യക്തി പൈസ ഉണ്ടാക്കുന്നതിൻ്റെ പുറകെ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ഒരു പ്രത്യേകതരം കാര്യം ചെയ്യുന്നതിൻ്റെ പുറകെ അവരുടെ കൾച്ചർ, അവരുടെ റിലീജിയൻ, അവരുടെ കുടുംബത്തിലെ ചിന്താരീതികളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കിയുണ്ടായി. ആ സമയത്ത് എക്കണോമിക്സ്, സോഷ്യോളജി എന്നൊക്കെ പറഞ്ഞ് ഓരോ സബ്ജക്റ്റ് പല രീതിയിൽ തിരിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ 1900s, 19ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പൊങ്ങി വന്നു, പിന്നെ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പൊങ്ങി വന്നു. അങ്ങനെ പിന്നെ അത് രണ്ട് സെപ്പറേറ്റ് സബ്ജക്റ്റായി. പിന്നെ ഓൾമോസ്റ്റ് ഒരു 80 വർഷങ്ങൾക്ക് ശേഷം എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കൂടുതൽ ആഴങ്ങളിൽ പഠിച്ചു, സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ റിസർച്ചൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി ഇത് രണ്ടും ഒന്നേ ആണ്, അല്ലെങ്കിൽ ഇത് രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. കാരണം സോഷ്യൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, നെറ്റ്വർക്ക്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരാൾ ചെയ്യുന്ന ജോലിയിലും അയാൾ ഉണ്ടാക്കുന്ന പൈസയൊക്കെ വെച്ചിട്ട്. ഇപ്പം ഞാനൊരു സോഷ്യൽ വർക്കറാണ്, എനിക്ക് നല്ല സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി അധികം NGOസിലും പല ചാരിറ്റബിൾ സ്ഥാപനങ്ങളിലും പെട്ടെന്ന് ജോലി കിട്ടി ആൾക്കാരെ സേവിച്ച് എനിക്ക് കയറിപ്പോകാൻ പറ്റും. എന്നാൽ എൻ്റെ കുടുംബത്തിൽ ഒരു സോഷ്യൽ വർക്കറും ഇല്ല, എനിക്ക് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആരെയും അറിയുകയില്ല, എനിക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല. അപ്പം എത്ര പഠിക്കാൻ ബുദ്ധിയുള്ളൊരു വ്യക്തിയായി കഴിഞ്ഞാൽ എനിക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ പറ്റുമോ? കാരണം എന്താ, എൻ്റെ കണക്ഷൻസ് ഇല്ല, എനിക്ക് അറിയത്തില്ല എങ്ങോട്ടാണ് തിരിയേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റും സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റും ഒരുമിച്ച് പോകുന്നൊരു സബ്ജക്റ്റാണ്. രണ്ടും തമ്മിലൊരു വളരെ ആഴത്തിൽ കണക്ഷൻസ് ഉണ്ട്. എക്കണോമിക്സിൻ്റെ അകത്ത് നമ്മൾ സാധാരണ എന്തുകൊണ്ടാണ് വ്യക്തി ഇത്ര പൈസ ഉണ്ടാക്കി, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ വ്യക്തി എത്ര പൈസ ഉണ്ടാക്കിയത് എന്ന് നമ്മൾ ചിന്തിക്കത്തില്ല. എത്രയും പൈസ ഉണ്ടാക്കി, എത്രയും ലാഭം വന്നു, എത്രയും നഷ്ടം വന്നു, അവന് ഈ ജോലി ചെയ്തു എന്നുള്ള രീതിയിൽ എക്കണോമിക്സ് പറഞ്ഞു പോകുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് സോഷ്യോളജി പുറകെ കൂടെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. ഓക്കെ, സോ ഇതാണ് എക്കണോമിക്സും സോഷ്യോളജിയിലുള്ള ഒരു ബന്ധം. ഇനി ഇത് 2023 ചോദിച്ചൊരു ചോദ്യമാണ്. ഇനി എക്കണോമിക്സ് മാത്രമല്ല, നിങ്ങൾ ഏതൊരു സബ്ജക്റ്റും എടുത്തോ അതിൻ്റെ പുറകെ സോഷ്യോളജിയാണ് ഒരു വലിയ ആൻസർ തരുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പൊളിറ്റിക്സിനെ പറ്റി ചിന്തിച്ച് നോക്കുക. ഓരോ ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ തിങ്കിങ് ഉണ്ട്. ഞാൻ ഒത്തിരി അധികം പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കുന്ന ഒരു വ്യക്തി. എന്നെ നിങ്ങൾക്ക് പേഴ്സണലി അറിയാമെങ്കിൽ നല്ലപോലെ അറിയാം. BJP, കോൺഗ്രസ്, CPIM, ഞാൻ ഇവരെ എല്ലാവരെയും പറ്റി ഒത്തിരി അധികം സംസാരിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ചില ആൾക്കാരോട് പോയി ഇപ്പം BJPയിലെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തലയിലോട്ട് അത് രജിസ്റ്റർ ആവത്തില്ല. അവർ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവത്തേയില്ല. അപ്പോൾ അത് ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ എന്ന് പറയാം. പക്ഷെ അതിൻ്റെ പുറകെ ഒരു സോഷ്യോളജി ഉണ്ട്. എന്താണ്? അവർ ഇരിക്കുന്ന ആൾക്കാരല്ലേ, അവർ കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ BJP സപ്പോർട്ടേഴ്സ് ആയിരിക്കാം. അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ അങ്ങനെ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവർ ആ BJPയെ സപ്പോർട്ട് ചെയ്ത് പോകുന്നതായിരിക്കാം. അവരുടെ ചിന്താരീതികൾ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടാണ് അവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തയ്യാറാവാത്തത്. അപ്പോൾ ഏതൊരു ടോപ്പിക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ സോഷ്യോളജി ഒരു ഭയങ്കര വലിയൊരു ഇമ്പോർട്ടൻറ്റ് വാല്യൂ വെക്കുന്നുണ്ട്. സോഷ്യോളജി എടുത്ത് വെക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഇവൻ ഇങ്ങനെ ചെയ്യുന്നു, എന്തുകൊണ്ട് അവൻ അങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. ഇനി സോഷ്യോളജി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ സോഷ്യോളജിയുടെ അകത്ത് നമുക്ക് സൈക്കോളജി അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ആൾക്കാരുടെ ചിന്താരീതികൾ, ബിഹേവിയർ ആഴങ്ങളിൽ പഠിക്കാൻ പറ്റും. അതുകൊണ്ടാണ് സോഷ്യോളജിക്കകത്ത് നിങ്ങൾ BPCG 171 സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് കൂടെ പഠിക്കുന്നത്. അപ്പം അതിൻ്റെ എക്സാം ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം അറിയാം സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇത് കഴിഞ്ഞ് മൂന്നാമതായിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് പ്രൈമറി ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പിനെ പറ്റി. നമ്മളുടെ സമൂഹത്തിൽ പലതരം ഗ്രൂപ്പുകളുണ്ട്. ഓക്കെ, നമ്മൾ ഓരോ ദിവസവും പലതരം ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത്. അതിൻ്റെ അകത്ത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുണ്ട്, പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ ഗ്രൂപ്പുകളായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവരുടെ അടുത്താണ് നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നതും നമ്മളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പങ്കുവെക്കുന്നത്. അത് നമ്മളുടെ കുടുംബമാവാം, നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാവാം, നമ്മളുടെ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മളുടെ നെയ്ബേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മളുടെ ചില കസിൻസ് ആവാം നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നു, അവരെപ്പറ്റി നമ്മൾ കെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ. രണ്ടാമത്തെ ഗ്രൂപ്പാണ് സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. അവരായിട്ടൊരു ഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണത്തില്ല. ഉദാഹരണത്തിന് നമ്മൾ സ്കൂളിലുള്ള പിള്ളേർ, സ്കൂളിലുള്ള എല്ലാവരുമായിട്ട് അങ്ങ് ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലല്ലോ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ എല്ലാ ദിവസം വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നു, അവിടെ പോകുന്നു, ക്രിക്കറ്റ് കളിക്കുന്നത്, തിരിച്ചു വരുന്നത്, എല്ലാവരുമായിട്ട് അങ്ങ് ഭയങ്കര കെട്ടിപ്പിടിയും ഭയങ്കര റിലേഷൻഷിപ്പ് കാണണമെന്നൊന്നും നിർബന്ധം ഇല്ല. ഇങ്ങനെ രണ്ട് തരം ഗ്രൂപ്പുകളുണ്ട്, പ്രൈമറി ഗ്രൂപ്പ്, സെക്കൻഡറി ഗ്രൂപ്പ്. നിങ്ങളുടെ ജീവിതത്തിലും കാണും, എൻ്റെ ലൈഫിലും ഉണ്ട്, എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ട്. എന്നാൽ ഈ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും ഇത് രണ്ടും നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഗ്രൂപ്പുകളാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ പഠിക്കുന്ന, നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന, നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ ഈ പ്രൈമറി ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചതും ഈ സെക്കൻഡറി ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചതാണ്. നമ്മളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ സൈക്കോളജി BPCG 171 പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിക്കുകയുണ്ടായി. നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്പായി വരുന്നത്, ഓരോ മനുഷ്യരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പായി വരുന്നത് അവരുടെ കുടുംബങ്ങളിൽ നിന്നും, അവരുടെ സുഹൃത്തുക്കളിൽ നിന്നും, അവരുടെ സ്കൂളിൽ നിന്നും, അവരുടെ കോളേജിൽ നിന്നാന്നൊക്കെ നോക്കുകയുണ്ടായി. അതേപോലെ ഇവിടെയും ഓരോ പ്രൈമറി ഗ്രൂപ്പിൽ നിന്ന് നമ്മളുടെ ബിഹേവിയറും ഡെവലപ്പായി വരും, സെക്കൻഡറി ഗ്രൂപ്പിൽ നിന്ന് നമ്മളുടെ ബിഹേവിയറും രീതികളും ഡെവലപ്പായി വരും. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു, ടോണീസ് എന്നും പറഞ്ഞ്. അവരുടെ ചിന്താരീതി വെച്ച് അവർ രണ്ട് തരത്തിൽ
കമ്മ്യൂണിറ്റികളെ ഒന്ന് തിരിച്ച് പറയുകയുണ്ടായി. നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഒരു തരം കമ്മ്യൂണിറ്റി ആയിരുന്നു നമ്മൾ ഈ വില്ലേജസിൻ്റെ അകത്തൊക്കെ കാണപ്പെടുന്ന ചെറിയ ചെറിയ വില്ലേജസിൻ്റെ അകത്തൊക്കെ കാണപ്പെടുന്ന ജെമിൻസ് ഷാഫ്റ്റ് എന്നും പറഞ്ഞ് അതിൻ്റെ അകത്ത് ആൾക്കാർ അവരുടെ വില്ലേജിൻ്റെ അകത്ത് തന്നെയാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. വില്ലേജിൻ്റെ അകത്തുള്ള ആൾക്കാരുമായിട്ടാണ് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അവരവരുടെ ഗ്രാമങ്ങൾ വിട്ട് പുറത്തോട്ട് പോകുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ. ആൻഡ് അവിടെ അറിയപ്പെടുന്നത് തന്നെ ഇവ മറ്റേ രാജുവിൻ്റെ മോനാണ്, ഇവ മറ്റേ രമേശിൻ്റെ മോനാണ്, അല്ലെങ്കിൽ ഇവ മറ്റുള്ള ശശാങ്കൻ്റെ കൊച്ചുമോനാണ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ അങ്ങനെ ആയിരുന്നു വർഷങ്ങൾക്ക് മുന്നേ. ഈ ക്ലാസ് കേൾക്കുന്ന പല ആൾക്കാരും കുഞ്ഞായിരുന്നപ്പോഴും അങ്ങനെ ആയിരുന്നേക്കാം സമൂഹം. അതിനുശേഷം പിന്നെ സൊസൈറ്റി വലുതായി വന്ന് വലിയ വലിയ സിറ്റീസിലോട്ടൊക്കെ മാറാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു ചെറിയ കമ്മ്യൂണിറ്റി മാറി ഒരു വലിയ അസോസിയേഷൻ പോലെ ആവാൻ തുടങ്ങി. വലിയ വലിയ സിറ്റീസിൻ്റെ അകത്ത് ഈവൻ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് തന്നെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടാണ്, ഒരു സ്പെസിഫിക് റീസണിന് വേണ്ടിയിട്ടാണ് കാണുന്നത്. നമ്മൾ ദിനംതോറും കാണുന്ന ആൾക്കാരുടെ ഫുൾ പേര് പോലും നമുക്ക് അറിയത്തില്ല. അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് വിടാം, അവരുടെ ഫുൾ പേര് പോലും നമുക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കാണുന്ന ആൾക്കാരും എല്ലാവരുമായിട്ടൊരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ മാത്രം ഒതുങ്ങിപ്പോയി. നമ്മൾ പലപ്പോഴും ആൾക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക റൂൾസ് ഉണ്ട്. ഈവൻ നിങ്ങൾ സിറ്റീസിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയെ കാണുന്ന ഒരു ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് കഴിക്കുന്നതിന് സംസാരിക്കുന്നതിന് പ്രത്യേക റൂളുണ്ട്. അവിടെ നിങ്ങൾക്ക് 1 മണിക്കൂറേ ചിലപ്പോൾ ആ വ്യക്തിയോട് സംസാരിക്കാനായിട്ട് സമയം കിട്ടത്തുള്ളായിരിക്കും. പക്ഷേ നമ്മൾ വില്ലേജിൽ പോയി അങ്ങനെയാണോ? ഇല്ല. ആരുമായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കണ്ട, ആരുടെ വീട്ടിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം, അവരുടെ വീട്ടിൽ കയറി ചെന്നിട്ട് അവരോട് സംസാരിച്ചിരിക്കാം. നമുക്ക് ചിലപ്പോൾ ആ കുടുംബങ്ങളിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെ ഹിസ്റ്ററി അറിയായിരിക്കാം. പക്ഷേ സിറ്റീസിൽ വലിയ വലിയ സ്ഥലങ്ങളിൽ നമുക്ക് വർഷങ്ങളായിട്ട് നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെയോ അല്ലെങ്കിൽ നമ്മൾ ദിനംതോറും കാണുന്ന വ്യക്തിയുടെ ഫാമിലിയെ പറ്റിയിട്ടോ അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞെന്ന് വരത്തില്ല. എന്തിനാണ് ഇതിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ സമൂഹം ഇപ്പോൾ ഈ 2 തരത്തിൽ ഡിവൈഡറാണ്. നമ്മൾ സോഷ്യോളജി പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വില്ലേജസും കമ്മ്യൂണിറ്റികളെ പറ്റിയിട്ടും പഠിക്കണം. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്തിനെ പറ്റിയും പഠിക്കും, ഈ അസോസിയേഷൻസ് വലിയ സിറ്റീസിനെ പറ്റിയിട്ടും പഠിക്കും. കാരണം സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി സ്റ്റഡി ഓഫ് സൊസൈറ്റി, സമൂഹത്തെ പറ്റിയിട്ടുള്ള പഠനം. അപ്പം നേരത്തെ കാലങ്ങളിൽ ഒറ്റ തരം സമൂഹമേ ഉള്ളായിരുന്നു, അതായിരുന്നു ഈ വില്ലേജസ്. ഇന്നത്തെ കാലത്ത് 2 തരം അല്ലെങ്കിൽ ഒരു രീതി പറഞ്ഞ് 3 തരം സമൂഹങ്ങളുണ്ട്. ഒന്ന് അർബൻ ഏരിയ, അതാണ് സിറ്റീസ്. 2 റൂറൽ ഏരിയാസ്, അതാണ് ഗ്രാമങ്ങൾ. 3 ട്രൈബൽ ഏരിയാസ്, ആദിവാസി സമൂഹം. അത് വളരെ കുറവാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോഴും ആദിവാസി സമൂഹത്തിലെ ആൾക്കാരെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ 4ാമത്തെ ചോദ്യം വരുന്നത് തന്നെ വാട്ട് ഈസ് അസോസിയേഷൻ എന്നുള്ളതാണ്. ഓക്കെ. സോ വാട്ട് ഈസ് ആൻ അസോസിയേഷൻ? നമ്മളിപ്പോൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് വന്നതേ ഉള്ളൂ. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇവിടെയൊക്കെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് എന്തെങ്കിലും കൂടുമ്പോൾ നമ്മൾ ഒരു അസോസിയേഷൻ ഓഫ് ആൾക്കാരെന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. അപ്പോൾ എന്താണ് അസോസിയേഷൻ? അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓക്കെ, ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും. അവരിനകത്തുണ്ടാകുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഒരു വോളണ്ടറി മെമ്പർഷിപ്പ് കാണും. വോളണ്ടറി മെമ്പർഷിപ്പിൻ്റെ അർത്ഥം ആ അസോസിയേഷൻ്റെ അകത്ത് എപ്പോൾ വേണമെങ്കിലും അവർക്ക് പങ്കുചേരാം. അതിന് എപ്പോൾ വേണമെങ്കിലും അവർക്ക് അസോസിയേഷൻ വിട്ടിട്ട് പുറത്തു പോകാനായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടെ ഫാമിലിക്കകത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഈ ഫാമിലിയുടെ മെമ്പർ ആവാമെന്ന് പറഞ്ഞ് മെമ്പർ ആവാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ഇരിക്കുന്ന ഇരിപ്പില്ല ഞാൻ നിങ്ങളെ കളഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ് കുടുംബത്തെ കളഞ്ഞിട്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം പക്ഷേ ഒരു അസോസിയേഷൻ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ആ അസോസിയേഷൻ എപ്പോൾ വേണമെങ്കിലും വിട്ടിട്ട് പോകാനും പറ്റും. രണ്ടാമത്തതാണ്, ഒരു അസോസിയേഷൻ്റെ അകത്ത് എപ്പോഴും കുറേ റൂൾസും കുറേ സ്ട്രക്ചറും കാണും. അസോസിയേഷൻ്റെ അകത്ത് പെരുമാറേണ്ട രീതികൾ കാണും. അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് കാണും, വൈസ് പ്രസിഡൻറ്റ് കാണും, സെക്രട്ടറി കാണും, ട്രഷറർ കാണും. 3ാമത്തെ പോയിൻ്റാണ്, ഒരു അസോസിയേഷൻ എപ്പോൾ രൂപീകരിച്ച് കഴിഞ്ഞാലും ഒരു സ്പെസിഫിക് പർപ്പസ്, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അസോസിയേഷൻ രൂപീകരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യത്തിലേക്ക് ചെന്നെത്താൻ, എന്തെങ്കിലും കാര്യം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്താൽ അസോസിയേഷൻ രൂപീകരിക്കുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച എലക്ഷൻസൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാർ ഗ്രൂപ്പ് കൂടി ഓരോ പാർട്ടി ബൂത്തുകൾ തുടങ്ങുന്നു. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുത്തിയിരിക്കുന്ന ഒരു പാർട്ടി പരിപാടികൾ ചെയ്യുന്നു, വോട്ട് ചോദിക്കാൻ പോകുന്നു, കൊടി വീശി നടക്കുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഒരു അസോസിയേഷൻ എപ്പോഴും രൂപീകരിക്കുന്നത്. നാലാമത്തതായിട്ട് അസോസിയേഷൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, അസോസിയേഷനിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെ എപ്പോഴും റെക്കോർഡുകൾ കീപ്പ് ചെയ്ത് വയ്ക്കും. നിങ്ങൾ നോക്കും, നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കകത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എഴുതി വെക്കാറുണ്ടോ? ഇല്ല. നിങ്ങൾ കൂട്ടുകാരായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ റെക്കോർഡ് കീപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. അസോസിയേഷൻ്റെ അകത്ത് എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ റെക്കോർഡ് കീപ്പ് ചെയ്യും, മെമ്പേഴ്സിൻ്റെ ലിസ്റ്റ് കീപ്പ് ചെയ്യും, പൈസയുടെ അക്കൗണ്ട്സ് നമ്മൾ കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണം. എല്ലാവരും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമ്മളത് ചെയ്തിരിക്കണം. അഞ്ചാമത്തതാണ് റോൾ ബേസ്ഡ് റിലേഷൻഷിപ്പ്. അതിൻ്റെ അർത്ഥം അസോസിയേഷൻ്റെ അകത്തുള്ള ആൾക്കാർ അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്വം അനുസരിച്ചാണ് ഓരോരുത്തരായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അസോസിയേഷൻ്റെ അകത്ത് ഒരാൾ ഇപ്പം ഒരു ടീച്ചറായിരുന്നാൽ തീർച്ചയായിട്ടും ആൾക്കാരുമായിട്ട് നല്ല ക്ലോസ് ആയിരിക്കും. ബട്ട് എന്നാലും ഒരു ലിമിറ്റ് വെച്ചിട്ടേ ക്ലോസ് ആകത്തുള്ളൂ. ഒത്തിരി കാര്യമായിട്ടും കയറി ക്ലോസ് ആവാനായിട്ട് പറ്റത്തില്ല. ഒരു ചെറിയ പ്രൊഫഷണൽ ഡിസ്റ്റൻസ് അവിടെ കീപ്പ് ചെയ്യണം. അപ്പോൾ അതേപോലെ തന്നെ പക്ഷെ നമ്മൾ ഫാമിലിക്കകത്താണെങ്കിലും കൂട്ടുകാരൻ്റെ അകത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റ് വെച്ചിട്ടാണ് റിലേഷൻഷിപ്പ് വെക്കുന്നത്. പക്ഷേ നമ്മളൊരു അസോസിയേഷൻ്റെ അകത്തായിരിക്കുമ്പോഴത്തേക്കും ദർ ഇസ് എ ലിമിറ്റ്. ഇനി ഏറ്റവും അവസാനപരമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് സവിശേഷത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസോസിയേഷൻ നമ്മൾ വിട്ടിട്ട് പോയി കഴിഞ്ഞാലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിനകത്ത് നമ്മുടെ ഫാമിലി, ഞാൻ ഇന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത് എൻ്റെ ഫാമിലീനെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിൾ, ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇന്ന് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് എൻ്റെ ഫ്രണ്ട് സർക്കിളിനെ വളരെയധികം എഫക്റ്റ് ചെയ്യും. പക്ഷെ ഒരു അസോസിയേഷൻ വിട്ട് നമ്മൾ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസത്തേക്ക് വേണമെങ്കിൽ എഫക്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും അസോസിയേഷൻ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. കാരണം എനിക്ക് പകരം വേറെ ആരെങ്കിലും വന്ന് ജോയിൻ ചെയ്തോളും. ഉദാഹരണത്തിന് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നു, സ്കൂളിൽ നിങ്ങൾ TC എടുത്ത് പോയെന്ന് പറഞ്ഞാൽ സ്കൂൾ പൂട്ടിപ്പോയില്ല, അത് വേറെ ഏതെങ്കിലും പിള്ളേർ പഠിക്കാൻ വന്നോളൂ. ഒരു കോളേജ് ആയിക്കോട്ടെ, ഒരു സ്പോർട്സ് ക്ലബ്ബ് ആയിക്കോട്ടെ, ഒരു ടീം ആയിക്കോട്ടെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിക്കോട്ടെ, എത്രയോ പാർട്ടിയിലകത്തുള്ള മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു എന്നും പറഞ്ഞ് പാർട്ടി പൂട്ടിപ്പോവോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് അസോസിയേഷൻ ഇവന്തോ നമ്മളില്ലെങ്കിലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അസോസിയേഷനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എക്സാംസിൽ. ആ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ് സോഷ്യൽ റോൾസ് ആൻഡ് മേജർ ടൈപ്സ് ഓഫ് സോഷ്യൽ റോൾസ്. നമ്മളുടെ സമൂഹത്തിൽ മനുഷ്യർ ജനിക്കുന്ന തൊട്ട് മരിക്കുന്നത് വരെ അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡ്. ഓക്കെ, അവരുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ അവർ കുറേ റോള് കിട്ടും. അവനൊരു മകനാണ്, മകളാണ്, ചിലപ്പോൾ ഒരു ചേട്ടനായിരിക്കും, ചേച്ചിയായിരിക്കും, അനിയനായിരിക്കും, അനിയത്തിയായിരിക്കും. പിന്നെ കുറച്ചും കൂടെ വളർന്നു വരുന്നതനുസരിച്ച് ഒരു സ്കൂളിലെ കുട്ടിയാവും. പിന്നെ കുറച്ചും കൂടെ വളർന്നു വരുന്നതനുസരിച്ച് ഒരു കോളേജിൽ സ്റ്റുഡൻ്റ് ആവും. 18 വയസ്സ് കഴിയുമ്പം ഒരു പ്രോപ്പർ സിറ്റിസൺഷിപ്പിലോട്ട് കയറും. പിന്നെ വോട്ടിടാനുള്ള അധികാരം കിട്ടും. പിന്നെ അതിനുശേഷം കല്യാണം കഴിക്കുമ്പോൾ ഒരു ഭർത്താവാവും, പിന്നെ ഒരു അച്ഛനാവും, പിന്നെ ഒരു അപ്പൂപ്പനാവും, പിന്നെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന മാനേജറാവും. അങ്ങനെ പല 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 റോൾസ് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനാണ് സോഷ്യൽ റോൾസ് എന്ന് പറയുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എല്ലാ ആൾക്കാരും കിടന്ന് കഷ്ടപ്പെടുന്നതും ഓടി നടക്കുന്നതും ഈ സോഷ്യൽ റോളുകളെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അവർ ഓടി നടക്കുന്നത്, പൈസ ഉണ്ടാക്കുന്നത്, കുത്തിയിരുന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 2 റോളുകളാണ് മെയിൻലി നമ്മളെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ക്രൈബ്ഡ് റോൾസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്നതായിട്ടുള്ള ചില റോളുകൾ, അത് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല. ഉദാഹരണത്തിനകത്ത് നമ്മളുടെ എന്ത് ജെൻഡറാണ്, നമ്മൾ ഫാമിലിയിൽ മൂത്ത കൊച്ചാണോ ഇളയ കൊച്ചാണോ, നമ്മളുടെ സ്കിന്നിൻ്റെ കളർ എന്താണ്, നമ്മുടെ എത്തിനിസിറ്റി. സ്കിന്നിൻ്റെ കളർ ബ്ലാക്ക് ആണ് അല്ലെങ്കിൽ ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഒരു
ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആഫ്രിക്കൻ കൺട്രീസിലൊക്കെയാണ് ജനിക്കുന്നത്, സൗത്ത് ഏഷ്യൻ കൺട്രീസിലാണ് അല്ലെങ്കിൽ ആഫ്രിക്കയിലാണ്, അതേപോലത്തെ സ്ഥലങ്ങളിലാണ് ജനിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. ഭയങ്കര വൈറ്റ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ UK, യൂറോപ്പ് അല്ലെങ്കിൽ USA അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ അവിടുത്തെ ജീവിത രീതി ഇവിടുത്തെ ജീവിത രീതിയിൽ വ്യത്യാസമുണ്ട്. സോ ഇങ്ങനെയുള്ള റോളുകളൊക്കെ നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടുന്നതിനാണ് അസ്ക്രൈബ്ഡ് റോൾസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ റോൾസാണ് അച്ചീവ്ഡ് റോൾസ് എന്ന് പറയുന്നത്. നമ്മൾ കഷ്ടപ്പെട്ട് പിന്നെ നമ്മൾ നേടിയെടുക്കുന്നതായിട്ടുള്ള ചില റോൾസ്. ഉദാഹരണത്തിനകത്ത് ഇപ്പം ഞാനൊരു സോഷ്യൽ വർക്കറാണ്, അതെൻ്റെ അച്ചീവ്ഡ് റോൾസാണ്. നിങ്ങളിപ്പോൾ സോഷ്യോളജി പഠിച്ചിട്ട് നാളെ ഒരു സോഷ്യോളജിസ്റ്റ് ആവും, അപ്പോൾ അത് നിങ്ങളുടെ അച്ചീവ്ഡ് റോൾസാണ്. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ, എൻജിനീയർ, അല്ലെങ്കിൽ ചില മോശ കാര്യങ്ങൾ, ക്രിമിനൽ, അല്ലെങ്കിൽ ഒരു കള്ളൻ, ഇതും അച്ചീവ്ഡ് ആയിട്ടുള്ള റോൾസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരം മെയിൻ റോൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്ന നോർമലായിട്ടുള്ള റോൾസാണ് വോളണ്ടറി റോൾസ്. ചില സമയത്ത് നമ്മൾ വോളണ്ടറിലി ഒരു പാർട്ടിയുടെ മെമ്പർ ആവാം, അല്ലെങ്കിൽ ഒരു ക്ലബിൻ്റെ മെമ്പർ ആവാം. ഇൻവോളണ്ടറി റോൾസ് ഉണ്ട്. ഇൻവോളണ്ടറി റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്യുന്നില്ല, നമുക്കത് പെട്ടെന്ന് വിട്ടിട്ട് പോകാനായിട്ടും പറ്റത്തില്ല. ഉദാഹരണത്തിനകത്ത് ഒരാളുടെ കുട്ടിയാവുന്നത്, എൻ്റെ പാരൻസിന് എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല. ഞാൻ ജനിച്ചു, അവരാണ് എൻ്റെ പാരൻസ്, അതനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകണം. പിന്നീടാണ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ റോൾസ്. ഫോർമൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് ഞാൻ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള റോളുകളുണ്ട്. ഞാനൊരു പോലീസ് ഓഫീസർ, ടീച്ചർ അല്ലെങ്കിൽ ജഡ്ജ് ആയിക്കഴിഞ്ഞാൽ അതൊരു ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ റോളാണ്. പക്ഷേ ഞാൻ ആ റോള് പാലിക്കുമ്പോൾ നിയമം അനുസരിച്ച് ആ റോളുകൾ പാലിച്ച് മുന്നോട്ട് പോകണം. അത് കഴിഞ്ഞ പിന്നെ ഇൻഫോർമൽ റോൾസ് ഉണ്ട്. ഇൻഫോർമൽ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ കാര്യമായിട്ടുള്ള നിയമങ്ങളൊന്നും കാണത്തില്ല, കുറച്ച് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങളെ കാണത്തുള്ളൂ. അതനുസരിച്ച് ഞാൻ എൻ്റെ റോളുകൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജനിക്കുന്ന തൊട്ട് മരിക്കുന്നത് വരെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ റോൾസ് ഉണ്ട്. ഞാൻ സോഷ്യൽ വർക്ക് പഠിപ്പിക്കുന്ന സമയത്ത് പിള്ളേരോട് എപ്പോഴും ചോദിക്കും, ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. പല ആൾക്കാരും പല കാര്യങ്ങൾ പറയും, പക്ഷേ ഒരു സോഷ്യൽ വർക്കർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു സക്സസ്ഫുൾ ലൈഫ് എപ്പോഴാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങൾ നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഒരു അച്ഛനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറ്റുന്ന രീതിയിൽ ആ ഉത്തരവാദിത്തത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നിറവേറ്റി കൊണ്ടുപോകുക, പിള്ളേരെ നല്ല രീതിയിൽ നോക്കുക, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നിങ്ങളൊരു ക്രിസ്ത്യൻ ആണ്, ഹിന്ദു ആണ്, മുസ്ലിം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മതം പറയുന്ന അനുസരിച്ച് നിങ്ങൾ ജീവിതത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുക. ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് ലൈഫിനെ കൊണ്ടുപോകുക. രാജ്യത്തിൻ്റെ പൗരനാണെന്നുണ്ടെങ്കിൽ രാജ്യത്തിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. വോട്ടിടാൻ പോവുക, ടാക്സ് സമയത്ത് അടയ്ക്കുക, പരിസരമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നിങ്ങളിപ്പോൾ ഒരു സ്പോർട്സിലുള്ള വ്യക്തിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പോർട്സിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിരിക്കുക. ഒരു സക്സസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ളതും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുമായിട്ടുള്ള റോളുകളിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ഒരു മകനാണ്, മകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സേവിച്ച് മുന്നോട്ട് പോകാനായിട്ട് നോക്കുക. ഇനി പലപ്പോഴും പ്രോബ്ലം എവിടെ വരുന്നത് വെച്ചാൽ റോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയത്ത് ഇഷ്ടംപോലെ റോളുകളുണ്ട്. ഒരു സ്റ്റുഡൻ്റാണ്, അച്ഛനാണ്, അമ്മയാണ്, ചേച്ചിയാണ്, ചേട്ടനാണ്, ഇങ്ങനെ ഇഷ്ടംപോലെ റോളുകൾ ഒരുമിച്ച് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും അവസാനം കുഴഞ്ഞ് നമുക്ക് ഒരു റോളും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടെത്തും. ഉദാഹരണത്തിനകത്ത് ഇപ്പോൾ ഒരാൾ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച സമയത്ത് തൻ്റെ ഭാര്യയും തൻ്റെ അമ്മായിയമ്മയും തമ്മിൽ അടിയുണ്ടാകുന്നു. അപ്പം ഭർത്താവിന് ഒരു ആകപ്പാടെ പെട്ട അവസ്ഥയല്ല. ഭർത്താവ് എന്ന രീതിയിൽ ഭാര്യയുടെ സൈഡിൽ നിൽക്കണോ, മകൻ എന്ന രീതിയിൽ അമ്മയുടെ സൈഡിൽ നിൽക്കണോ, ഈ രണ്ടുപേരുടെ അടീനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, എങ്ങനെ തീർക്കണം എന്നറിയത്തില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് ആൾക്കാർ ചെന്നെത്തുമ്പോഴാണ് അതിന് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇതേപോലെ റോൾ കോൺഫ്ലിക്റ്റ് പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓഫീസിൽ നടക്കുന്ന ജോലികളുടെ പ്രഷർ കാരണം വീട്ടിൽ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ കാരണം ഓഫീസിൻ്റെ അകത്തുള്ള ഉത്തരവാദിത്തങ്ങൾ നല്ല രീതിയിൽ നിറവേറ്റാനായിട്ട് പറ്റുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ആൾക്കാർ എപ്പോഴും അവരുടെ റോൾസിൻ്റെ അകത്ത് കയറി പെട്ടുപോകും. ഇതിനാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സോഷ്യലൈസേഷൻ. എന്താണ് സോഷ്യലൈസേഷൻ?
ഞാൻ ഒരു ഉദാഹരണം വെച്ച് പറയാം. ഇപ്പോൾ ഒരു പശുക്കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, പശുക്കുട്ടി ജനിച്ചതിന് ശേഷം പശുവിന് തൻ്റെ കുട്ടിയെ കൈപിടിച്ച് നടത്തിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് മണിക്കൂറിനുള്ളിൽ താനെ എഴുന്നേറ്റ് നടന്നോളും. പുല്ല് എങ്ങനെയാണ് തിന്നേണ്ടത്, എങ്ങനെയാണ് ചവയ്ക്കേണ്ടതെന്നൊന്നും പശുവിൻ്റെ അമ്മയ്ക്ക് പശുവിന് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല. അത് താനെ ചെയ്തോളും. മൃഗങ്ങൾ, പകുതി കൂടുതലും മൃഗങ്ങൾ ഇങ്ങനെയാണ്. അവർക്ക് അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ താനേ ചെയ്ത് പഠിച്ച് മുന്നോട്ട് വന്നോളും. പക്ഷെ മനുഷ്യരുടെ കാര്യത്തിൽ അത് ഇച്ചിരി ഓപ്പോസിറ്റാണ്. നമ്മൾ മനുഷ്യർ ജനിക്കുന്ന തൊട്ട് മരിക്കുന്നത് വരെ നമ്മൾ ഹ്യൂമൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ വളരെ ബേസിക് ആയിട്ടുള്ള എങ്ങനെ സംസാരിക്കണം, എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എങ്ങനെയാണ് ബാത്റൂമിൽ പോകുന്നത്, എങ്ങനെയാണ് പല്ല് തേക്കുന്നത് എന്നുള്ളത് തൊട്ട് എങ്ങനെയാണ് ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് നമ്മൾ പഠിക്കത്തുള്ളൂ. അപ്പം മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവരായിട്ട് മിങ്കിൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെ ഒരു നല്ല പേരൻ്റ് ആയിരിക്കണം, എങ്ങനെ നല്ലൊരു ഹസ്ബൻഡ് ആയിരിക്കണം, വൈഫായിരിക്കണമെന്നും നമ്മൾ പഠിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്. ഹ്യൂമൻസിന് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം കിട്ടാതെ മുന്നോട്ട് നീങ്ങാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ സോഷ്യലൈസേഷൻ, മറ്റുള്ളവരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത്? അതിനെയാണ് ഏജൻറ്റ്സ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാമതായിട്ട് ഫാമിലിയായിട്ട്. ഫാമിലിക്കകത്ത് നമ്മൾ അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻറ്ററാക്ട് ചെയ്യുന്നു. രണ്ടാമതാണ് ഫ്രണ്ട് ഗ്രൂപ്പ്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്താണ് നമ്മൾ തുണികളെ പറ്റി, മ്യൂസിക്കിനെ പറ്റി, പല ബിഹേവിയറൽ ആറ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്നത്. പിന്നെ സ്കൂൾസ് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ സോഷ്യലൈസ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു വലിയ ഏജൻ്റാണ്. നാല് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലോട്ട് നമ്മൾ പോകുമ്പോൾ, ഇപ്പോൾ ഒരു ടെമ്പിൾ ആയിക്കോട്ടെ, മോസ്ക് ആയിക്കോട്ടെ, ചർച്ച് ആയിക്കോട്ടെ, അവിടെ പോകുന്ന സമയത്ത് അതേ സെയിം റിലീജിയനിലെ ആൾക്കാരെ കാണുമ്പോൾ അവർ പല കാര്യങ്ങൾ പഠിപ്പിച്ചു തരും, പല കാര്യങ്ങൾ പറഞ്ഞു തരും, എന്താണ് ശരി എന്താണ് തെറ്റെന്ന് പറഞ്ഞു തരും. അതനുസരിച്ച് നമ്മൾ നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യലൈസേഷൻ്റെ ഏജൻ്റാണ്. അഞ്ചാമത്തതാണ് മീഡിയ. നമ്മൾ ടെലിവിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളും നമ്മൾ പഠിക്കും. അപ്പോൾ തന്നെ നിങ്ങളും ഒരു സോഷ്യൽ മീഡിയയിലൂടെയാണ് എങ്ങനെ ഒരു സോഷ്യോളജിസ്റ്റ് ആവണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതൊരു സോഷ്യലൈസേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വഴി ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാണ്, ഇൻറ്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആറാമത്തതാണ് വർക്ക് പ്ലേസ്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം. ഏഴാമത്തത് നമ്മുടെ ഗവൺമെൻറ് ആൻഡ് ലോ. നമ്മളുടെ നിയമപ്രകാരം എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നതനുസരിച്ചല്ലേ നമ്മൾ പെരുമാറി മുന്നോട്ട് പോകുന്നത്. നമ്മളെ ഗവൺമെൻറ് വെക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് നമ്മൾ നമ്മളെ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതനുസരിച്ച് നമ്മൾ ലൈഫ് ലീഡ് ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുകയും ചെയ്യും. സോ സോഷ്യലൈസേഷൻ്റെ 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസ് ഉണ്ട്. ഫാമിലി, ഫ്രണ്ട്, സ്കൂള്, റിലീജിയൻ, മീഡിയ, വർക്ക് പ്ലേസ് ആൻഡ് ഗവൺമെൻറ്. നമ്മൾ ഇവരായിട്ടൊക്കെ ഇൻറ്ററാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി അധികം കാര്യങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് പിന്നെ നമ്മൾ നമ്മളെ ലൈഫിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. കുഞ്ഞുനാൾ മുതൽ ആൾക്കാർ മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പഠിക്കത്തുമില്ല, പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് വളരത്തുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് ഇൻട്രോവേർട്ട് ആൻഡ് എക്സ്ട്രോവേർട്ട് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. പല പിള്ളേരും എപ്പോഴും പറയും, ഞാനൊരു ഇൻട്രോവേർട്ടാണ്, ഞാനിങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കത്തൊന്നുമില്ല. പല പേരൻസും വളരെ പ്രൗഡ്ലി പറയും, എൻ്റെ മോൻ നല്ലപോലെ പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അവൻ ഇൻട്രോവേർട്ടാണ്, ആരോടും സംസാരിക്കത്തൊന്നുമില്ല, അവനിങ്ങനെ ഒതുങ്ങിക്കൂടി അവൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു കുട്ടിയാണ്. അത് തെറ്റാണ്. അത് തെറ്റായിട്ടുള്ളൊരു മാനസിക രീതിയാണ്. ഒരിക്കലും ഇൻട്രോവേർട്ടഡ് ആയിരിക്കുന്നത് ഓക്കെ ആണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇറ്റ് ഈസ് നോട്ട് ഓക്കെ ടു ബി ആൻ ഇൻട്രോവേർട്ട്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസം പ്രവർത്തിക്കാൻ വെള്ളവും ഭക്ഷണത്തിൻ്റെ ആവശ്യമുള്ളതുപോലെ തന്നെ, നല്ല എയറിൻ്റെ ആവശ്യമുള്ളതുപോലെ തന്നെ, മാനസികപരമായിട്ട് നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യാൻ നമ്മൾ ആൾക്കാരായിട്ട് സോഷ്യലൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ആൻഡ് ഒരു കുട്ടി ഇൻട്രോവേർട്ടഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
അത് അവൻ്റെ സൈക്കോളജി ഒത്തിരിയധികം ബാധിക്കുന്നുണ്ടെന്നും അവന് കിട്ടിയിരിക്കുന്ന സോഷ്യൽ റോൾസ് അവന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. കാൽക്കോട്ട് അതേപോലെ തന്നെ റോബർട്ട് എന്ന് പറയുന്ന രണ്ട് വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ വ്യക്തികളെ പറ്റി പറഞ്ഞിരിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മളുടെ സമൂഹത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതരം സിസ്റ്റംസ് ഉണ്ട്. ആൻഡ് ഈ പലതരം സിസ്റ്റംസ് അവരുടേതായ രീതിയിൽ ഫങ്ഷൻ ചെയ്ത് മുന്നോട്ട് പോകുന്നു. ആൻഡ് അതനുസരിച്ചാണ് നമ്മുടെ സമൂഹം ഒരേപോലെ നല്ല രീതിയിലൊരു വലിയ മിഷൻ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാറ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാറിൻ്റെ അകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ടയറുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്, ഗിയറുണ്ട്. ഗിയർ ബോക്സിൻ്റെ അകത്ത് തന്നെ ഒരു 10 കാര്യങ്ങൾ കാണും. എൻജിൻ്റെ അകത്തൊരു 10 കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ ഒരു കാർ നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങത്തുള്ളൂ. ഈ കംപ്ലീറ്റ് മിഷൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു സാധനത്തിൽ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി നിന്നു. ഇപ്പോൾ ഒരു ടയർ പഞ്ചറായാൽ മതി, അത് ഫുള്ള് വണ്ടീനെ ബാധിക്കും. ഗിയർ ബോക്സിൻ്റെ അകത്ത് മാത്രം പ്രശ്നം ഉണ്ടായാൽ മതി, അത് ഫുള്ള് വണ്ടിയെ ബാധിക്കും. ഇല്ലേ? അപ്പോൾ അതേപോലെ സൊസൈറ്റി മുന്നോട്ട് പോകുന്നതനുസരിച്ച് സൊസൈറ്റിക്കകത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സും ഒരേപോലെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ. സൊസൈറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പം ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫങ്ഷണലിസം എന്ന് പറഞ്ഞൊരു ടോപ്പിക്കുണ്ട്. നമുക്ക് എന്താണ് ഫങ്ഷണലിസം എന്ന് നോക്കാം. അപ്പോൾ ഈ ടാൽക്കോട്ട് അതേപോലെ റോബോട്ട് എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികളും ഒരു ഫങ്ഷണലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഇനി എന്താണ് എൻ്റെ അർത്ഥം നോക്കാം. ഫങ്ഷണലിസ്റ്റിക് അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെ അകത്തുള്ള എല്ലാ സ്ട്രക്ചേഴ്സും എങ്ങനെയാണ് ഒരുമിച്ച് മുന്നോട്ട് പ്രവർത്തിച്ച് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫങ്ഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു മെക്കാനിക്കിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? കാറിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളും കൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്, അതിൻ്റെ അകത്ത് കുഴപ്പമുണ്ടോ എന്നുള്ളത് നോക്കുന്നതിന് നമ്മളൊരു മെക്കാനിക് എന്ന് പറയും. അതേപോലെ തന്നെ സമൂഹത്തിൻ്റെ അകത്തുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ തമ്മിൽ എങ്ങനെ കണക്റ്റഡ് ആണ്, ഓരോ സിസ്റ്റംസ് എങ്ങനെ തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളതിനെ പറ്റി പഠിച്ച് മുന്നോട്ട് വന്ന ആൾക്കാരെയാണ് നമ്മൾ ഫങ്ഷണലിസ്റ്റിക്സ് ആൾക്കാരെന്ന് പറയുന്നത്. അത് സോഷ്യോളജിയുടെ അകത്ത് വരുന്ന ഒരു കൂട്ടം ആൾക്കാർ തന്നെയാണ്. അപ്പം ഇതിനകത്ത് ഇവർ രണ്ടുപേരും രണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. നമുക്കതൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഈ ടാൽക്കോട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിരുന്നു. ആൻഡ് അദ്ദേഹം ഒത്തിരിയധികം തിയറികളെ പറ്റി പഠിക്കുകയും പലയധികം കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സോഷ്യോളജി റിലേറ്റഡ് ആയിട്ട്. ആൻഡ് അദ്ദേഹം പറഞ്ഞത് AGIL എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ് AGIL ഈ 4 കാര്യങ്ങൾ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കണം, എന്നാലേ ഒരു സമൂഹം നല്ല രീതിയിൽ പ്രവർത്തിക്കത്തുള്ളൂ എന്ന്. ഓക്കെ, AGIL A എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹം മാറുന്നതനുസരിച്ച് പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് വരണം. പണ്ടത്തെ കാലത്ത് കാളയം കൊണ്ടൊക്കെയായിരുന്നു, എരുമയായിരുന്നു, കാളയാന്ന് തോന്നുന്നു, കാളയം കൊണ്ടായിരുന്നു കൃഷി ചെയ്യുന്നത്, മണ്ണിളക്കുന്നത്. ഇന്ന് ട്രാക്ടറുണ്ട്. പണ്ട് കാളവണ്ടിയായിരുന്നു. ഇന്ന് മെട്രോ ഉണ്ട്, കാറുണ്ട്, ഓട്ടോയുണ്ട്, ഊബറുണ്ട്, ഓലയുണ്ട്, ടാക്സി ഉണ്ട്, റാപ്പിഡോ ഉണ്ട്. ഇങ്ങനെ എന്തെല്ലാം തരത്തിൽ സഞ്ചരിക്കുന്ന രീതികളുണ്ട്.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളുടെ സമൂഹത്തിൽ നമുക്ക് സർവൈവ് ചെയ്യണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. നമ്മൾ മാറ്റങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം അദ്ദേഹം ജിയിൽ പറഞ്ഞതാണ് ഗോൾ അറ്റൈൻമെൻറ്റ്. ഗോൾ അറ്റൈൻമെൻറ്റ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യവും ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതായിരിക്കണം. ആൻഡ് ആ ഗോൾസ് ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ നോക്കണം. ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് നമ്മളുടെ സമൂഹത്തിൽ ഗവൺമെൻറ് എന്തിനാണ് ഗവൺമെൻറ്റിനെ വെച്ചേക്കുന്നത്? ചുമ്മാതെ ഇരുന്ന് സംസാരിക്കാനും പ്രസംഗിക്കാനാണോ? ചുമ്മാതെ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ട് വേണം? അല്ല, അവർക്ക് കുറേ ലക്ഷ്യമുണ്ട്. നല്ല റോഡ് പണിയണം, നല്ല സ്കൂൾ പണിയണം, നല്ല ഹോസ്പിറ്റൽ പണിയണം. അതാണ് അവരുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇനി സ്കൂളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും ഒരു ഗോളുണ്ട്. അപ്പോൾ സമൂഹത്തിൻ്റെ അകത്ത് ഒന്ന് എല്ലാവരും അഡാപ്റ്റ് ചെയ്യണം, രണ്ട് കാര്യങ്ങൾ ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കണം, മൂന്ന് അദ്ദേഹം ഇൻട്രിഗേഷൻ എന്ന് പറഞ്ഞു. ഇൻട്രിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ് സമൂഹത്തിൽ പല ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ചിന്താരീതികളുണ്ട്, അവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ജീവിതത്തെ കാണുന്ന കാഴ്ചപ്പാടുണ്ട്. അതിനാണ് ഇംഗ്ലീഷിൽ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഞാൻ ലൈഫിനെ കാണുന്ന രീതിയിലല്ലായിരിക്കും വേറൊരാൾ ലൈഫിൽ കാണുന്നത്. ഞാൻ ചിന്തിക്കുന്ന രീതിയിലല്ല വേറൊരാൾ ലൈഫിനെ ചിന്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഡിഫറെൻറ്റ് കാഴ്ചപ്പാടുകളുണ്ട്. അപ്പം നമ്മളെല്ലാവരും ഇരുന്ന് നമ്മുടേതായിട്ടുള്ള കാഴ്ചപ്പാടും ചിന്തകളും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്ന കുറച്ച് നാൾ കഴിയുമ്പോൾ അടിയും വഴക്കും. ഞാനൊരു കാര്യം പറയുന്നു, വേറൊരാൾ വേറൊരു കാര്യം പറയുന്നു. ഈ അടിയും വഴക്കൊക്കെ നിൽക്കാനും പ്രശ്നങ്ങൾ മുന്നോട്ട് വികസിക്കാതിരിക്കാനായിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രിഗേറ്റഡ് ചെയ്യണം. അതിൻ്റെ അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കൾച്ചർ ഷെയർ ചെയ്യണം, അവർ എഡ്യൂക്കേഷൻ ഷെയർ ചെയ്യണം. അപ്പോൾ ആൾക്കാർ അടിയും വഴക്കും കൂടാതെ തമ്മിൽ തർക്കിക്കാതെ സ്നേഹത്തോടെ സെക്യുലറായിട്ട് മുന്നോട്ട് പോകും. അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് എല്ലിൽ അദ്ദേഹം പറഞ്ഞതാണ് ലെറ്റൻസി. ലെറ്റൻസി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഒരു പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഓക്കെ, ഫാമിലി ജീവിക്കുന്നതിൻ്റെ ഒരു രീതി വെക്കണം, റിലീജിയൻ്റെ ഒരു രീതി വെക്കണം, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു രീതി വെക്കണം. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു രീതിയില്ലാതെ തോന്നിവാസത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി എന്ത് പറ്റും? ഫാമിലി തകർന്നു പോവും, റിലീജിയൻ തകർന്നു പോവും, കൾച്ചർ തകർന്നു പോവും. ഒരു കാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ചുമ്മാതെ എങ്ങനെയെങ്കിലും ഇട്ട് ഓട്ടിച്ചു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ചീത്തയാവും. പക്ഷെ അതിനെ ഓട്ടിക്കേണ്ടതായിട്ടുള്ള രീതി ഓട്ടിച്ചു കഴിഞ്ഞാൽ 10 വർഷം വരെ വേണമെങ്കിൽ അത് നല്ല മനോഹരമായിട്ട് എന്ത് ചെയ്യും? കാറ് ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞു ഒരു ലെറ്റൻസി ഉണ്ടായിരിക്കണം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം. നമ്മളുടെ ട്രഡീഷൻ, നമ്മളുടെ കൾച്ചറിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ 4 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു സൊസൈറ്റിക്കകത്ത് ഉണ്ടായിരിക്കണമെന്ന് ടാൽകോട്ട് പാർസൺസ് പറഞ്ഞു. ഇനി ഇദ്ദേഹം പറഞ്ഞ തിയറിക്കകത്ത് ഉണ്ടായിരുന്ന പ്രോബ്ലം, അല്ലെങ്കിൽ ചില ആൾക്കാർ കണ്ട ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇച്ചിരി ഹാർഡായിട്ടുള്ളൊരു തിയറിയാണ് എന്ന് പല ആൾക്കാർ തർക്കിക്കുകയുണ്ടായി. ഇത് ഹാർഡായിട്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഫാമിലീസിനും അവരുടെ റിലീജിയൻസ് ഫോളോ ചെയ്ത് കൾച്ചർ ഫോളോ ചെയ്ത് പോകാൻ പാടാണ്. വർഷങ്ങൾക്ക് മുന്നുണ്ടായിരുന്ന ട്രഡീഷണൽ രീതികളല്ല ഇപ്പം പല റിലീജിയൻസിൻ്റെ അകത്തുള്ളത്. ഇദ്ദേഹം പറഞ്ഞതെല്ലാം ഒരേപോലെ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഇച്ചിരി പാടാണ് എന്ന് അദ്ദേഹം പല ആൾക്കാരും പറയുകയുണ്ടായി. ആ സമയത്താണ് റോബർട്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ എൻട്രി വരുന്നത്. റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പോയിന്റ്സ് ഷെയർ ചെയ്യുകയുണ്ടായി. നമുക്കതെന്തോ നോക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ അർത്ഥം എന്തോ നമുക്ക് നോക്കാം. ഈ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഐ ആം മാനിഫെസ്റ്റിംഗ് ദാറ്റ് നിങ്ങൾ എക്സാമിൽ നല്ല രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതി ജയിച്ച് വരണം. അതുകൊണ്ടാണ് ഞാനിവിടെ കുത്തിയിരുന്ന് എന്ത് ചെയ്യുന്നത്? നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതാണ് എൻ്റെ പർപ്പസ്, ഞാൻ ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മറുവശത്ത് ചില ആൾക്കാരുണ്ട് ലേറ്റൻ്റ് എന്നും പറഞ്ഞ്, എന്ന് പറഞ്ഞാൽ അവർ
അൺഇൻറ്റൻറ്റഡ് ആയിട്ട് ഒരു ഉദ്ദേശമില്ലാതെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ച് ഒരു സൈഡിൽ കൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. അല്ലെങ്കിൽ അവർ പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. ഉദാഹരണത്തിനകത്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എക്സാമിൽ പാസ്സാവണം എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ എൻ്റെ ഉള്ളിലൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ടോപ്പിക്സ് മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് സോഷ്യോളജി, ഇത് പഠിക്കുന്നതുകൊണ്ട് നാളെ 4 പേർക്ക് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒത്തിരി ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഇത്രയും വലിച്ചു നീട്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സോ മെയിൻ എൻ്റെ മാനിഫെസ്റ്റ് എന്തുവാ? നിങ്ങൾ പരീക്ഷ പാസ്സാവണം. അത് നിങ്ങൾക്കും അറിയാം. എൻ്റെ ലേറ്റൻ്റ് അല്ലെങ്കിൽ എൻ്റെ ഹിഡൻ, ലേറ്റൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ വേറൊരു പദമാണ് ഹിഡൻ, ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഞാൻ മറച്ച് വെച്ച് എൻ്റെ ഉള്ളിലുള്ള വേറൊരു ആഗ്രഹം എന്താണ്? നിങ്ങൾ ഇത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സമൂഹത്തെ സേവിക്കുന്ന ഒരു വ്യക്തിയായി മാറണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട്. സോ മാനിഫെസ്റ്റ് ചെയ്തുള്ള രീതിയിൽ മുന്നോട്ട് പോകണം, എന്നാൽ ലേറ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകണം. ഇനി ഇതിനകത്ത് പറ്റുന്നൊരു പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചില കാര്യങ്ങൾ ലേറ്റൻ്റ് ആയിട്ട് വെക്കുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിനകത്ത് നിങ്ങൾ നല്ലൊരു സോഷ്യൽ വർക്കർ ആവണം, നല്ലൊരു സോഷ്യോളജിസ്റ്റ് ആവണം എന്ന് പറഞ്ഞ് പല ഉദാഹരണങ്ങളും കൊണ്ട് പല രീതിയിൽ തിരിച്ചും മറിച്ചും പഠിപ്പിച്ചു പോകുന്നത് കൊണ്ട് ചില പിള്ളേർക്ക് അത് ഇച്ചിരി ഓവർ എക്സ്പ്ലനേഷൻ ആയിട്ട് തോന്നും. ചില പിള്ളേർക്ക് ക്ലാസ് ബോറടിക്കും. ചില പിള്ളേർ കൺഫ്യൂസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച മെയിൻ കാര്യം നഷ്ടപ്പെടും. എന്താ? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടത്തില്ല, നിങ്ങൾ പിന്നെ പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ പരീക്ഷയിൽ ഫെയിലായി പോകും. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മാനിഫെസ്റ്റും ലേറ്റൻ്റ് എന്ന് പറഞ്ഞ 2 കാര്യമുണ്ട്. ഒബ്വിയസ് ആയിട്ട് നമ്മളൊരു കാര്യം ഇൻറ്റൻറ്റ് ചെയ്ത് നമ്മൾ ഉദ്ദേശത്തോടെ ചെയ്തു പോകുന്നു. അതിൻ്റെ പുറകെ നമ്മുടെ ഉള്ളിൽ വേറെയും പല കാരണങ്ങൾ കാണും. അതും വെച്ച് നമ്മൾ പ്രവർത്തിക്കുന്നു. പക്ഷെ ചിലപ്പോൾ ഈ നമ്മൾ ഉദ്ദേശിച്ച കാര്യവും നമ്മൾ ഉള്ളിലുള്ള കാര്യം രണ്ടും കൂടെ ക്ലാഷായി ഏറ്റവും അവസാനം ഒന്നും നടക്കാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്താൻ ചാൻസ് ഉണ്ട്. അപ്പം ഈ റോബർട്ട് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു, നമ്മൾ സമൂഹത്തിൻ്റെ അകത്ത് ഓരോ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിക്കാത്തതിൻ്റെ പുറകെയുള്ള റീസൺ, അവർ കുറേ കാര്യങ്ങൾ മുന്നിൽ ഉദ്ദേശിച്ച് മുന്നോട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ അവരവരുടെ ഉള്ളിൽ നിന്ന് വേറെ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ക്ലാഷായി പോകുന്നതാണെന്ന് റോബർട്ട് പറയുകയുണ്ടായി. അതുകൂടാതെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞത്, ക്രൈം എന്ന് പറയുന്നൊരു പോയിന്റിനെ പറ്റി അദ്ദേഹം പറഞ്ഞു. അണ്ടർസ്റ്റാൻഡിങ് ക്രൈം ത്രൂ സ്ട്രെയിൻ എന്ന് പറഞ്ഞ് ഒരു പോയിന്റിനെ പറ്റി അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സമൂഹം പറയുന്നു സക്സസ്ഫുൾ ആവണം, പൈസ ഉണ്ടാക്കണം, സമൂഹത്തിലൊരു റെസ്പെക്റ്റ് കണ്ടെത്തണം, ഒരു സ്റ്റാറ്റസ് കണ്ടെത്തണം എന്ന് പറയുന്നു. സമൂഹത്തിലുള്ള ആൾക്കാർ എല്ലാവരും നിങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, എന്നോടും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പിള്ളേരോടും പറയാറുണ്ട്, കഷ്ടപ്പെടുക, അധ്വാനിക്കുക, പൈസ ഉണ്ടാക്കുക എന്നൊക്കെ പറയും. പക്ഷെ പ്രോബ്ലം എന്താ? സമൂഹത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ കഷ്ടപ്പെടാനും അധ്വാനിക്കാനും പൈസ ഉണ്ടാക്കാനായിട്ടുള്ള അവസരം എല്ലാവർക്കും ഒരേപോലെ കിട്ടുമോ? കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഞെരുക്കമുണ്ടാവും. ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേപോലെ ഉപദേശം കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഒരേപോലെ ലൈഫ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊരു ഐഡിയ ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് എന്തില്ല? ഒരേ അവസരങ്ങളില്ല. അപ്പോൾ അവിടെ ഒരു ഞെരുക്കം ഉണ്ടായി വരും. എല്ലാവർക്കും സക്സസ് വേണം. ഞാൻ എപ്പോഴും പറയും, ഈ ലോകത്തിൽ ജനിക്കുന്ന എല്ലാ വ്യക്തിയും, മാനസിക രോഗി അല്ലാത്ത എല്ലാ വ്യക്തികളും അവരുടെ ലൈഫിൽ എപ്പോഴും അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് നല്ലൊരു പണക്കാരനാവണം, എനിക്ക് സ്വന്തമായിട്ടൊരു വലിയ വീടും കാറ് വേണം എന്നൊക്കെ ചിന്തിക്കാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? അതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുന്ന എല്ലാവരും കാണും. എത്ര വലിയ മടിയനാണെന്നുണ്ടെങ്കിലും അവനവൻ്റെ ലൈഫിൽ 1-2 പ്രാവശ്യമെങ്കിലും അവൻ അറിഞ്ഞ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്ത് പറ്റുന്നു? അവന് ചിലപ്പോൾ അവൻ കഷ്ടപ്പെട്ടതനുസരിച്ചിട്ടുള്ള റിവാർഡ് അവന് കിട്ടിക്കാണത്തില്ല. ചില ആൾക്കാർ ഒരു പ്രാവശ്യം തന്നെ കഷ്ടപ്പെട്ടിട്ട് അവർ സക്സസ്ഫുള്ളായി പോകും, ചിലർ സക്സസ്ഫുൾ ആകത്തില്ല. എനിക്കറിയാവുന്നൊരു അങ്കിളുണ്ട്, ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറയല്ല, എനിക്ക് സത്യത്തിൽ അറിയാവുന്നൊരു അങ്കിളുണ്ട്. പുള്ളിക്കാരൻ, ഞാൻ ചിലപ്പോൾ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുകയും ചെയ്യും. ഞാൻ കൊല്ലമാണ്, കൊല്ലം ജില്ലയിലെ വൺ ഓഫ് ദ മോസ്റ്റ് റിച്ചസ്റ്റ് ആൾക്കാരിൽ ഒരാളാണ്. എൻ്റെ ബന്ധുവൊന്നുമല്ല അയാൾ, എനിക്കതിനെ പരിചയമുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, നല്ലപോലെ അറിയാവുന്നൊരു അങ്കിളാണ്. അദ്ദേഹം ഇവിടുന്ന് ഗൾഫിൽ പോയത് വെറും ഒരു സാധാരണ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊണ്ട്. അയാൾ ഇവിടുന്ന് അവിടെ പോയി കഷ്ടപ്പെട്ട് അയാൾ
ഇമ്പോർട്ടും എക്സ്പോർട്ടിൻ്റെ ബിസിനസ് തുടങ്ങി. ഇന്ന് അയാൾ ഭയങ്കര വലിയ കോടീശ്വരനാണ്. അതേ സെയിം സമയത്ത് ഇവിടുന്ന് ഗൾഫിൽ വലിയ വലിയ MBA പോലത്തെ ഡിഗ്രികൾ പഠിച്ചിട്ട് പോയിട്ടും ലൈഫിൽ എങ്ങും എത്താണ്ട് കോവിഡ് വന്ന സമയത്ത് ജോലിയെല്ലാം കളഞ്ഞ് തിരിച്ചിവിടെ നാട്ടിൽ വന്ന് കിടന്ന് പെടാപാട് അടിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആൾക്കാർക്ക് സക്സസ് വേണം, അപ്പോൾ അവർ റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോകും. റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അവർക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ ചില ആൾക്കാർ അവർ റൂൾസ് ബ്രേക്ക് ചെയ്യും. അവർ മോഷ്ടിക്കും, അവർ ഡ്രഗ് ഡീൽ ചെയ്യും, അവർ ഫ്രോഡ് ചെയ്യും, കള്ളത്തരങ്ങൾ നടത്തും. ചില ആൾക്കാർ സക്സസ്ഫുൾ ആവാനായിട്ടുള്ള പലതരം റിച്വൽസ് നടത്തും. അവർ പലതരം കാര്യങ്ങൾ ചെയ്യും. പക്ഷെ എന്നിട്ടും അവർ റൂൾസ് ഫോളോ ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യും? സക്സസ് കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. ചിലവർ സക്സസ് ആവാൻ വേണ്ടി ഒത്തിരി ശ്രമിച്ചിട്ട് ഒന്നും നടക്കാതെ വരുമ്പോൾ എല്ലാം കളഞ്ഞിട്ട് പിന്നെ അവർ തോന്നിയ പോലെ ജീവിതം ജീവിക്കാനായിട്ട് തുടങ്ങും. സോ ലൈഫ് ഇതൊരു വലിയ പ്രോബ്ലമാണ്. സ്ട്രെയിൻ എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ സമൂഹത്തെ പറ്റി പഠിക്കുമ്പോൾ എല്ലാവർക്കും മുന്നോട്ട് പോകണമെന്നും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പല ആഗ്രഹം, പക്ഷേ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. ഈക്വൽ ചാൻസസ് എല്ലാവർക്കും സക്സസ്ഫുൾ ആവാനായിട്ട് കിട്ടത്തില്ല. ഇതാണ് ഇദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത്. ഇനി നമുക്ക് 8ാമത്തെ ചോദ്യത്തിലോട്ട് വരാം. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം കുടിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിണ്ടാതെ ആവുന്നത് ഞാൻ വെള്ളം കുടിക്കുന്നത് കൊണ്ടാണ്. 8ാമത്തെ ചോദ്യമാണ്, സോഷ്യൽ ചേഞ്ച് എന്താണ് എന്ന് ചോദിച്ചിരിക്കുകയാണ്. സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹം ഓരോ ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേക്ക് 100 വർഷങ്ങൾ മുന്നേ പെൺകുട്ടികൾക്കും പല താഴ്ന്ന ജാതിയിലെ ആൾക്കാർക്ക് ഇന്ത്യയിൽ സ്കൂളിൽ പോകാൻ അവസരം കിട്ടത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് മാറി വന്നപ്പോഴത്തേക്കും കുറേയധികം പെൺകുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ പറ്റി. പക്ഷേ ഒരു 50 വർഷങ്ങൾക്ക് മുന്നേ ആണുങ്ങൾ മാത്രമാണ് ഓഫീസിൽ പോയി ജോലി ചെയ്തിരുന്നത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും ഒരുമിച്ച് ജോലി ചെയ്യുന്നു. ഇന്നേക്ക് 10 വർഷം 15 വർഷങ്ങൾക്ക് മുന്നേ അങ്ങേയറ്റം പണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ മാത്രമേ സ്മാർട്ട് ഫോൺ കാണുകയുള്ളായിരുന്നു. ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികളുടെ കയ്യിൽ വരെ സ്മാർട്ട് ഫോണുണ്ട്. ഇതൊക്കെ ജസ്റ്റ് ചെറിയ ഉദാഹരണങ്ങളാണ്. ഇന്നേക്ക് ഒരു 300 വർഷങ്ങൾക്ക് മുന്നേ തടിയും കൊണ്ടുണ്ടാക്കിയ വലിയ കപ്പലുകളിൽ തിരമാലകളിൽ കൂടെ കഷ്ടപ്പെട്ട് ആൾക്കാർ യാത്ര ചെയ്യുമായിരുന്നു. കാളവണ്ടികളായിരുന്നു. ഇന്ന് ഫൈറ്റർ ജെറ്റ്സ് ഉണ്ട്. എത്രയോ 700-800 കിലോമീറ്റർ ഒരു മണിക്കൂറിൽ യാത്ര ചെയ്യുന്ന മനുഷ്യരുണ്ടാക്കിയ ജെറ്റുകളുണ്ട്. ലോകത്തിൻ്റെ ഒരറ്റത്തുനിന്ന് അങ്ങേ അറ്റം വരെ 1.5 ദിവസം കൊണ്ട് പറന്നെത്തുന്ന തരത്തിലെ ജെറ്റുകളുണ്ട് ഇന്നത്തെ കാലത്ത്. നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ 50 കിലോമീറ്റർ പോകാൻ ചിലപ്പോൾ 3-4 ദിവസം എടുക്കുമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. സോ സൊസൈറ്റി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് എ സോഷ്യോളജിസ്റ്റ് നമ്മൾ ഈ ചേഞ്ചസിനെ പറ്റി സ്റ്റഡി ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സമൂഹത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നും പെർമനൻ്റ് അല്ല. നമ്മൾ ഇന്ന് നോർമൽ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നാളെ അബ്നോർമൽ ആയിരിക്കാം, നാളെ അത് മാറി വരും. സോ നത്തിങ് ഇൻ ദിസ് വേൾഡ് ഈസ് പെർമനൻറ്റ്. ഒരു വ്യക്തിയുടെ ജെൻഡർ, അദ്ദേഹത്തിൻ്റെ ജെൻഡർ റോൾസ്, അദ്ദേഹത്തിൻ്റെ ജോലി, അദ്ദേഹത്തിൻ്റെ ഫാമിലി സ്ട്രക്ചർ, നത്തിങ് ഇസ് പെർമനൻറ്റ്. എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഈ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളതിനെ എങ്ങനെയാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഈ മാറ്റത്തെപ്പറ്റി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഒന്നാമത്തതാണ് എവല്യൂഷണറി എന്ന് പറയുന്ന ഒരു അപ്രോച്ച് വഴി നമുക്ക് പഠിക്കാം. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറലായിട്ടുണ്ടാകുന്ന മാറ്റമാണ്. ആൻഡ് സമൂഹം, എവല്യൂഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സിമ്പിളായിട്ടുള്ളതിൽ നിന്ന് കൂടുതൽ കൂടുതൽ കോംപ്ലക്സ് ആയിട്ടുള്ള രീതികളിൽ കൂടെ കാര്യങ്ങൾ മാറി വരിക. പണ്ട് ജസ്റ്റ് മൃഗങ്ങളെ വേട്ടയാടി കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കൃഷികൾ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം പിന്നെ വലിയ വലിയ ഇൻഡസ്ട്രീസ് വന്നു. അതിനുശേഷം ഇന്ന് AI പോലും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് മനുഷ്യനൊന്നും ചെയ്യേണ്ട താനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാം ചെയ്യുന്ന രീതിയിലേക്ക് സമൂഹം എന്ത് ചെയ്ത് മാറി വന്നു. ഇതിനെ എവല്യൂഷൻ. അപ്പം നമ്മൾ സൊസൈറ്റിയെ പറ്റി പഠിച്ചു പോയി കഴിഞ്ഞാൽ സൊസൈറ്റി എപ്പോഴും സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കുള്ളൊരു ഷിഫ്റ്റാണ്. പണ്ടത്തെ കാലത്ത് എല്ലാവരും കാളവണ്ടി ഓട്ടിച്ചുകൊണ്ടിരുന്നുണ്ട്. കാളവണ്ടിയിൽ ഒരു കുഴപ്പം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എൻ്റെ വലിയ പടവണ്ടാരമായിട്ടുള്ള വീലിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, കാളയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്. ഇന്ന് കാറിനും ബൈക്കിനും എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ
പ്രത്യേക ഡിഗ്രി എടുത്ത ആൾക്കാർക്ക് മാത്രമേ അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. സാധാരണ ഒരു വ്യക്തിക്ക് വന്ന് കാറും ബൈക്കും ശരിയാക്കാൻ പറ്റുമോ? ഒരു സിമ്പിൾ സൊസൈറ്റിയിൽ നിന്ന് നമ്മുടെ സൊസൈറ്റി ഓരോ ദിവസം മുന്നോട്ട് പോകും തോറും കോംപ്ലക്സ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിനാണ് എവല്യൂഷണറി രീതി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് നമുക്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ള രീതിയിലൂടെ നമുക്ക് സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വികസനം അല്ലെങ്കിൽ ചേഞ്ചിനെ പറ്റി പഠിക്കാം. നമ്മൾ ഹിസ്റ്ററിയിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ പണ്ട് മുതലേ ഹിസ്റ്ററിക്കകത്തുള്ള ആൾക്കാർ അന്ന് തൊട്ട് ഇന്ന് വരെ അവരെപ്പോഴും ഒരു ഫൈറ്റിലാണ്, ഒരു യുദ്ധത്തിലാണ് കൂടുതൽ പവറും റിസോഴ്സസും കിട്ടാനായിട്ട്. പണ്ട് രാജാക്കന്മാർ കിടന്ന് കഷ്ടപ്പെട്ട് യുദ്ധങ്ങൾ ചെയ്തു അവർക്ക് കൂടുതൽ റിസോഴ്സസും കൂടുതൽ വെൽത്തും സ്ഥലം കിട്ടാനായിട്ട്. രാജാവിൻ്റെ കീഴിൽ നിന്ന് യുദ്ധം ചെയ്ത ആൾക്കാരും അവർക്ക് കൂടുതൽ രാജാവിൻ്റെ കയ്യിൽ നിന്ന് റിവാർഡ് കിട്ടാൻ വേണ്ടി അവർ കിടന്ന് യുദ്ധം ചെയ്തു. ഇന്നത്തെ കാലത്ത് നിങ്ങളിരുന്ന് ഇതൊക്കെ പഠിക്കുന്നത് നിങ്ങൾക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടാൻ, നിങ്ങൾക്ക് കൂടുതൽ വിസ്റ്റം കിട്ടാൻ, കൂടുതൽ നോളജ് കിട്ടാൻ. ഒരാൾ പഠിച്ചൊരു IAS IPS ആവുന്നത് കൂടുതൽ റിസോഴ്സസ് കിട്ടാൻ, കൂടുതൽ സ്റ്റാറ്റസ് കിട്ടാൻ. നമ്മൾ സമൂഹം ഇങ്ങനെ ചേഞ്ചായി വരുന്നത് കാണുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാം. ദറ്റ് എല്ലാ ആൾക്കാരും എപ്പോഴും കിടന്ന് കഷ്ടപ്പെടുന്നത് അവർക്ക് കൂടുതൽ പവറും റിസോഴ്സസും കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഈ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുക, പക്ഷേ ഇത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. നിങ്ങൾക്ക് നോളജും കിട്ടത്തില്ല, നിങ്ങൾക്ക് വിസ്റ്റവും കിട്ടത്തില്ല, നിങ്ങൾക്ക് സന്തോഷം കിട്ടത്തില്ല, പൈസയും കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് ഇന്ന് പഠിക്കും? ആരും പഠിക്കത്തില്ല. ഞാനും പഠിക്കത്തില്ല, ഞാനും പഠിപ്പിക്കത്തില്ല. കാരണം ഒരു പ്രയോജനം ഇല്ലാത്തൊരു സാധനം എന്തിനാണ് പഠിക്കുന്നത്? നോളജ് പോലും ഇല്ല, പിന്നെ പഠിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? അതാണ് ഇവിടെ പറയുന്നത്. പലപ്പോഴും നമ്മളുടെ സമൂഹത്തിൻ്റെ അകത്ത് ഈ സോഷ്യൽ ചേഞ്ച് ഉണ്ടായി വരുന്നത് ഈ കോൺഫ്ലിക്റ്റ് കാരണം. കൂടുതൽ റിസോഴ്സസും പവറും എനിക്ക് വേണം എന്നുള്ളതിൻ്റെ ഒരു വാശി കാരണമാണ് ഇത്രയും ചേഞ്ചസ്, മാറ്റങ്ങൾ പെട്ടെന്ന് ഉണ്ടായി വരുന്നതും ബിസിനസ്സുകൾ ചെയ്തു വരുന്നതും ആൾക്കാരിങ്ങനെ പഠിച്ച് മുന്നോട്ട് വരുന്നത്. മൂന്നാമത്തെ രീതിയാണ് ഫങ്ഷണലിസ്റ്റിക് രീതി എന്ന് പറയുന്നത്. ഫങ്ഷണലിസ്റ്റിക് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം മാറി വരുന്നതനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ആൾക്കാർ അഡാപ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് പഠിച്ചു വരിക. നേരത്തെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്ന ഒരു രീതിയാണ് എല്ലാ ആൾക്കാരും കൃഷി ചെയ്തിരുന്നു. എല്ലാ വീട്ടിലും ആൾക്കാർ കൃഷി ചെയ്തിരുന്നു. അപ്പുറത്തും ഇപ്പുറത്തുള്ള നെയ്ബേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് വലിയ വലിയ ഫ്ലാറ്റുകളിലാണ്. ഒരു ഫ്ലാറ്റിൽ തന്നെ ഒരു 10,000-2,000 ആൾക്കാർ താമസിക്കുന്നു. ആരൊക്കെ ഏതൊക്കെ ഫ്ലാറ്റിൽ എന്തൊക്കെ ചെയ്യുന്നെന്ന് ആർക്കും ഒരു പിടുത്തമില്ല. തൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലുള്ള ആൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, ഒരു പിടുത്തവും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്നാൽ അതൊരു നോർമൽ കാര്യമാണ്. തൻ്റെ അപ്പുറത്തെ ഫ്ലാറ്റിൽ ഒരാൾ മരിച്ചു കിടന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ അറിയത്തില്ല. പക്ഷേ അത് ഇന്നത്തെ കാലത്ത് നോർമലായി വന്ന ആൾക്കാർ അഡാപ്റ്റ് ചെയ്ത് വരുന്നു. നമുക്കാണെങ്കിൽ അങ്ങനെയും സമൂഹത്തിലെ ചേഞ്ചുകളെ പറ്റി ചിന്തിക്കാം. ദാറ്റ് വേൾഡ് ചേഞ്ച് ആൻഡ് സൊസൈറ്റി വിൽ അഡാപ്റ്റ് ടു ഇറ്റ്. അഡാപ്റ്റ് ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൊസൈറ്റി സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകത്തില്ല. ആൻഡ് നാലാമത്തെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് സൈക്ലിക് അപ്രോച്ചാണ്. സൈക്ലിക് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിന്തിക്കാം. സമൂഹം ഒരു സൈക്കിളിൻ്റെ ചെയിൻ മേളിൽ നിന്ന് ഇങ്ങനെ കറങ്ങി താഴെ പോയി, പിന്നെ താഴെ നിന്ന് കറങ്ങി മേളിൽ വരുന്നത് പോലെ സമൂഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി ഒരു പീക്കിലെത്തും. പിന്നെ ആൾക്കാർ അടിയും വഴക്കും യുദ്ധങ്ങളെല്ലാം ഉണ്ടാക്കി പിന്നെയും താഴെ പോവും. പിന്നെ അവിടെ നിന്ന് കഷ്ടപ്പെട്ട് മേളിൽ വരും. പിന്നെ അവിടെ നിന്ന് ആൾക്കാർ അടിയും വഴക്കുണ്ടാക്കി താഴെ വരും എന്ന് ചില ആൾക്കാർ ചിന്തിക്കുന്നവരുണ്ട്. ആണെങ്കിൽ അങ്ങനെ നമുക്ക് സോഷ്യൽ ചേഞ്ചിനെ പറ്റി ചിന്തിക്കാം. പിന്നെ സോഷ്യൽ ചേഞ്ച് അഞ്ചാമതായിട്ട് നമുക്ക് ടെക്നോളജിയെ പറ്റി ചിന്തിക്കാം. പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഇലകളിൽ ഓരോ കാര്യങ്ങൾ എഴുതിയിരുന്നു. ഇന്നത്തെ കാലത്ത് തന്നെ ഞാനിവിടെ PDF ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചിരിക്കുകയാണ്. PDF എത്ര വേണമെങ്കിലും, എനിക്കൊരു 50,000 പേപ്പറുള്ള PDF ആണെങ്കിലും നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു ലിമിറ്റില്ല. പണ്ടത്തെ കാലത്ത് കുറച്ച് പേപ്പറുകളേ ഉള്ളൂ, കുറച്ച് ഇലകളേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ കാര്യങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ചേഞ്ചിനെ പറ്റിയിട്ട് വേണമെങ്കിലും നമുക്ക് പഠിക്കാം. സമൂഹം മാറി വരുന്നതിനെ പറ്റി നമുക്ക് പഠിക്കാൻ 5 രീതികളുണ്ട്. ഓക്കെ, സോ ഇതാണ് സോഷ്യോളജിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പിടികിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ പിടികിട്ടത്തുമില്ല. ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിക്കാനിരുന്ന് തീർച്ചയായിട്ടും കൺഫ്യൂഷൻസ് ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വേറെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ലൈവ് ക്ലാസ്സുകൾ കാണും, റിവിഷൻ ക്ലാസ്സുകൾ കാണും. അതും കൂടെ കഴിയുമ്പോൾ എല്ലാം സെറ്റാവും. ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ സ്റ്റുഡൻ്റ് അല്ല, ആൻഡ് നിങ്ങൾക്കും ക്ലാസ്സുകളും അതേപോലെ ഈ നോട്ട്സുകൾ വേണമെന്നുണ്ടെങ്കിൽ
എൻ്റെ നമ്പർ ഞാനിപ്പോൾ ഒന്ന് പറയാം. 7306594125. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ കമൻറ്റ് ബോക്സിലും ഒരു നമ്പർ കിട്ടും. അവിടെ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ഇടാവുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് ദിസ് ക്ലാസ്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.